Praise the Lord. ദൈവത്തിന് സ്തുതി. The Lord is good. ദൈവം നല്ലവനാണ്. How many of you can tell with me, the Lord is good? നിങ്ങൾ എത്ര പേര് എന്നോട് ചേർന്ന് പറയും കർത്താവ് നല്ലവൻ? Amen. The Lord is good. ദൈവം നല്ലവൻ. Praise God. You should say that with excitement. How's the feedback? How's the feedback? All right. Okay. Yeah. So, how many of you have come here with expectation? പ്രതീക്ഷയുമായിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? Nobody. ആരുമില്ലാന്ന് തോന്നുന്നു. I should go back home, I think. Just one auntie in the front has come with expectation. മുമ്പിലുള്ള ഒരു ആന്റി മാത്രമാണ് കൈ ഉയർത്തിയത്. Let me ask again. How many of you have come with expectation? പ്രതീക്ഷയുമായിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? Hallelujah. It's a very nice Saturday morning. ഇന്ന് നല്ല ഒരു ശനിയാഴ്ച പ്രഭാത സമയമാണ്. It's not even raining. പുറത്ത് മഴയുമില്ല. There are so many things you can do. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇന്ന് ചെയ്യാമായിരുന്നു. Our cricket team can practice cricket. ക്രിക്കറ്റ് ടീമിന് ഇന്ന് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. But anyway you are here, you're going to spend time in the presence of the Lord. എന്തായാലും നിങ്ങൾ ഇവിടെ കടന്നു വന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമയം ചെലവിടാം. So I don't want you to waste your time. നിങ്ങളുടെ സമയം വൃഥാവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Sons of Korah says, one day in your presence, God. കോരഹപുത്രന്മാർ പറയുന്നു നിന്റെ സന്നിധിയിൽ ഒരു ദിവസം ചെലവഴിക്കുന്നത് better than 1,000 elsewhere. മറ്റു സ്ഥലങ്ങളിൽ 1000 ദിവസം ചെലവിടുന്നതിനേക്കാളും നല്ലതാണ്. The same sons of Korah says, when they said let's go to the temple, my heart leapt. അതേ കോരഹപുത്രന്മാർ തന്നെ പറയാണ് ആലയത്തിലേക്ക് കടന്നു പോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം അത്യന്തം സന്തോഷിച്ചു. God is here. God is going to help us this evening. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കും. Hallelujah. It's not called a sermon. It's not called a revival message. What is it called? അത് റിവൈവൽ മെസ്സേജ് എന്നല്ല, ഒരു പ്രസംഗം എന്ന് മാത്രമല്ല. What does the poster say? എന്താണ് പറയുന്നത്? It is പറയുന്നത് it's a seminar. സെമിനാറാണ്. This is a very silent crowd. വളരെ ശാന്തമായ ഒരു കൂട്ടമാണ് ഇന്ന് ഇവിടെ കടന്നു. This is a seminar, so I'm going to ask you questions. അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. I want to hear answers. എനിക്ക് അതിന് ഉത്തരം കേൾക്കുകയും വേണം. This is going to be very boring. വളരെ ബോറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ. I'm tired myself. I was traveling. I came at 3 a.m. last night. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഞാൻ 3 മണിക്കാണ് ഇവിടെ യാത്ര ചെയ്ത് എത്തിയത്. I fly all over the place. I'm a pilot myself. For the first time my ear is blocked. I don't know what happened. ഞാൻ സ്വയമായിട്ട് ഒരു പൈലറ്റുമാണ്. ഞാൻ അനേക രാജ്യങ്ങളിൽ പറന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ചെവി അടഞ്ഞിരിക്കുകയാണ്. Then while I was sitting here, our dear translator came and told me his ear is also blocked. എൻ്റെ കൂടെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റർ വന്നിട്ട് പറഞ്ഞു തൻ്റെയും ചെവി അടഞ്ഞിരിക്കുകയാണ്. He has a sore throat. എനിക്ക് സോർ ത്രോട്ട് ഉണ്ട്. Morning when we started coming, my car break down. ഞാൻ ഇന്ന് പുലർച്ചെ ഇന്ന് കടന്നു വരുന്ന വഴി എൻ്റെ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി. So there's so many obstructions. അനേക തടസ്സങ്ങൾ. But one thing I knew. എനിക്കൊരു കാര്യം അറിയാം. God is going to do something wonderful this evening. ഇന്ന് പകൽക്കാലം ദൈവം അതിശയകരമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. The minimum qualification for that. അതിന് വേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ക്വാളിഫിക്കേഷൻ. Jesus went to a guy by the lake of Bethesda. It's howling. Jesus went to the lake of Bethesda. ബെഥസ്ദ കുളക്കടവിന്റെ അരികിൽ there is a guy sitting there waiting for healing for 38 years. 38 വർഷമായി അതിന്റെ കുളക്കരവിൽ ഒരു വ്യക്തി അവിടെ കാത്തിരിക്കുകയാണ്. And Jesus is in front of him with the answer. അതിന്റെ ഉത്തരവുമായിട്ട് തന്റെ മുമ്പിൽ കർത്താവ് യേശുക്രിസ്തു നിൽക്കുകയാണ്. But we read that answer was not automatic. Answer was not automatic. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ഉത്തരമല്ലായിരുന്നു. Jesus asked him, do you want to get healed? കർത്താവ് തന്നോട് ചോദിച്ചു ഇന്ന് നിനക്ക് സൗഖ്യമാകുവാൻ താല്പര്യമുണ്ടോ? What a stupid question is that? I don't know if you can say stupid from the pulpit, but again, what a stupid question is that? എന്ത് ഭോഷത്തരമായ ഒരു ചോദ്യമാണ് ആ ചോദിച്ചത്. Why would he be there if he didn't want to get healed? തനിക്ക് സൗഖ്യമാകണ്ടായെങ്കിൽ താൻ എന്തിനു വേണ്ടി അവിടെ കുടക്കടവിൽ ഇത്രയും നാൾ കടന്നു? Even he had to say, yes Lord, I want to get healed. താനും അങ്ങനെ ഉത്തരം പറയണമായിരുന്നു, കർത്താവേ എനിക്ക് സൗഖ്യമാകണം. So if God wants to do something in your life this morning, ഇന്ന് പകൽക്കാലം കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ you will have to ask him. നിങ്ങൾ അത് ചോദിക്കണം, അത് ആവശ്യപ്പെടണം. I can stand and jump up and down here. ഞാൻ ഇവിടെ നിന്ന് തുള്ളി ചാടുകയൊക്കെ ചെയ്താലും you will come here and go just the way you came, wasted your time. നിങ്ങൾ ഇവിടെ വന്നതുപോലെ തന്നെ മടങ്ങി പോകും, സമയം വെറുതാവാക്കിയതുപോലെ തന്നെ ഇരിക്കും. But if you sit in the presence of the Lord, പക്ഷേ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ with expectation, പ്രത്യാശയോടുകൂടി ഇരിക്കുന്നെങ്കിൽ, telling this living God, ഈ ജീവനുള്ള ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ, I am in your presence God, ദൈവമേ ഞാൻ നിന്റെ സന്നിധിയിലാണ്, heal me this evening. ഇന്ന് പകൽ എന്നെ സൗഖ്യമാക്കണം.
ശക്തമാക്കണമേ. Strengthen me this afternoon. ഇന്ന് ഉച്ച സമയത്ത് എന്നെ ശക്തീകരിക്കണമേ. Speak to me this afternoon. ഇന്ന് ഉച്ചയ്ക്ക് എന്നോട് സംസാരിക്കണമേ. You will go a different person. നിങ്ങൾ ഒരു വ്യത്യസ്തമായ വ്യക്തിയായിട്ട് ഇവിടെ കടന്നു പോകും. How many of you believe? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Only half of you believe. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പകുതി വ്യക്തികൾ മാത്രമേ I think വിശ്വസിക്കുന്നുള്ളൂ. we should wrap up soon. എത്രയും പെട്ടെന്ന് നമുക്ക് ചുരുക്കി മടങ്ങി പോവാം. Hallelujah. How many of you are happy? നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy? എത്ര പേർക്ക് സന്തോഷമുണ്ട്? Turn to the person on your right side and say, God is good. നിങ്ങളുടെ വലതുവശത്തിരിക്കുന്നവരോട് നിങ്ങൾ പറയുക, നിങ്ങൾ കർത്താവ് നല്ലവനാണ്. I didn't hear anything. I said, ഞാൻ open ഒന്നും your കേൾക്കുന്നില്ല. mouth. Open your mouth. നിങ്ങൾ വായ തുറന്ന് പറയുക. Say to the right person, say, God is good. ദൈവം നല്ലവനെന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ പറയുക, The Lord is good. കർത്താവ് നല്ലവൻ. His love endures forever. അവന്റെ ദയ എന്നേക്കുമുള്ളത്. His God is good. ദൈവം നല്ലവനെങ്കിൽ His love endures forever. അവന്റെ സ്നേഹം നിലനിൽക്കുന്നതാണ്. Amen. 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 Praise God. Praise God. Hallelujah. Hallelujah. I thank all the leaders sitting here. ഇന്ന് ഇവിടെ പുൽപിറ്റിലിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനോടും വേണ്ടി ഞാൻ സന്തോഷവാനാണ്. All the leaders in the front row. ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനു വേണ്ടിയും I especially want to thank Pastor Babu John, പാസ്റ്റർ ബാബു ജോണിന് പ്രത്യേകമായി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. the senior pastor of Faith City Church. ഫെയ്ത്ത് സിറ്റി സഭയുടെ സീനിയർ പാസ്റ്ററാണ്. He was kind enough to come here and inaugurate this session. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കോണം ഇന്ന് പകൽ താൻ കടന്നു വന്നു. You know, he's also, I can see he's also organizing many programs for the youth. He's very, very concerned about the youth. യുവാക്കളെ കുറിച്ച് വളരെ ആഗ്രഹവും ആകാംക്ഷയും തനിക്കുണ്ട്. അനേക പ്രോഗ്രാംസ് യുവാക്കൾക്ക് വേണ്ടി താൻ ഒരുക്കുകയാണ്. I especially want to thank our pastor Suresh George, പ്രത്യേകമായിട്ട് പാസ്റ്റർ സുരേഷ് ജോർജിനും ഞാൻ നന്ദി പറയാൻ the ആഗ്രഹിക്കുന്നു. youth pastor of Faith City Church. ഫെയ്ത്ത് സിറ്റി സഭയുടെ യൂത്ത് പാസ്റ്ററാണ്. He's been asking me, when can we do the seminar? Last time I couldn't, but I praise God it is possible to do this morning. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. You know, I came to know Smiju sitting in the back picked the topic. ആ സ്മിജു ഏറ്റവും പുറകിൽ ഇന്ന് അവിടെ ഇരിപ്പുണ്ട്. ഈ ടോപ്പിക്കുമായിട്ട് You know, at least that's what he told me. He picked the topic, finishing point. ഈ ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത് താനാണ്. So I asked Smiju, ഞാൻ സ്മിജുവിനോട് ചോദിച്ചു, why did you pick the topic's finishing point? ഈ ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള ആ ടോപ്പിക് ഞാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു. അന്തിമ ലക്ഷ്യസ്ഥാനം എന്ന ഈ പോയിന്റ് ഈ ടോപ്പിക് തിരഞ്ഞെടുക്കുവാൻ Then he told me, താൻ എന്നോട് പറഞ്ഞു, youth, these days youth are very confused. ഈ കാലഘട്ടത്തിലുള്ള യുവാക്കൾക്കെല്ലാം ചിന്താക്കുഴപ്പത്തിലാണ്. They have many questions. അവർക്ക് അനേക ചോദ്യങ്ങളുണ്ട്. Because of confusion, അവരെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നതുകൊണ്ട് they cannot serve God. അവർക്ക് ദൈവത്തെ സേവിക്കുവാൻ പറ്റുന്നില്ല. So his expectation was, തന്റെ പ്രതീക്ഷ, this seminar will clear some confusion. ഈ സെമിനാർ കൊണ്ട് അനേകരുടെ ആ കൺഫ്യൂഷൻ എല്ലാം മാറും. Hallelujah. Confusion. അവരുടെ ചിന്താക്കുഴപ്പം. Is the mic clear for all of you? എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കാൻ In സാധിക്കുന്നുണ്ടോ? the back. ഏറ്റവും പുറകിൽ Can you hear clearly? Give me നിങ്ങൾക്കെല്ലാം വ്യക്തമായി കേൾക്കാമോ? ഏറ്റവും പുറകിൽ ഇരിക്കുന്നവർക്ക് raise your hands if you നിങ്ങൾ can hear കരങ്ങൾ clearly. ഉയർത്തുക. നിങ്ങൾ കേൾക്കാമെങ്കിൽ Last row. ഏറ്റവും പുറകിലുള്ള വരിയിൽ Good. Can you hear me? നിങ്ങൾക്ക് കേൾക്കാമോ? Yes. Okay. Confusion is the first trick. Sam, mic is not good. He can also not hear. Confusion is the first trick in the Bible. ഈ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ സൂത്രം. The devil came to the Garden of Eden. അവിടെ സാത്താൻ അവിടെ ഏദൻ തോട്ടത്തിൽ കടന്നു വന്ന് നമ്മൾ കാണുന്നു. And he created a confusion. താൻ അവിടെ കടന്നു വന്ന് അവിടെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കി. Because he knew one thing. തനിക്കൊരു കാര്യം അറിയാമായിരുന്നു. Once confusion happens, ഒരിക്കൽ ഈ ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയാൽ disobedience follows. അവിടെ അനുസരണക്കേട് അതിന്റെ പുറകെ ഉണ്ടാവും. Confusion happens first. ചിന്താക്കുഴപ്പമാണ് ആദ്യം ഉണ്ടാകുന്നത്. Then comes disobedience. എന്നിട്ടാണ് അനുസരണക്കേട് ഉണ്ടാകുന്നത്. After disobedience comes ഈ അനുസരണക്കേട് വന്നതിന് ശേഷം lack of interest. താല്പര്യം കുറയും. No, that's what happened to Cain. കയ്യിന് പറ്റിയത് അതാണ്. So confusion happens. ആദ്യം ചിന്താക്കുഴപ്പം ഉണ്ടാക്കും. Disobedience happens. അനുസരണക്കേട് വരും. Lack of interest. താല്പര്യം കുറയും. And what happens after lack of interest? അതിനുശേഷം എന്താ സംഭവിക്കുക? You have to talk to me. Otherwise this നിങ്ങൾ is എന്നോട് going to be very പ്രതികരിക്കണം. boring. What happens after lack of interest? ഈ താല്പര്യം കുറഞ്ഞാൽ പിന്നെ എന്ത് Say സംഭവിക്കും? loudly, murder. കൊലപാതകം ഉണ്ടാകും. Look at the sequence.
അതിന്റെ ആ സീക്വൻസ് നിങ്ങൾ നോക്കുക. Confusion, ആദ്യം ചിന്താക്കുഴപ്പം, disobedience, അനുസരണക്കേട്, lack of interest, താല്പര്യം കുറയുക, stop coming to church, സഭയിലേക്ക് കടന്നു വരുന്നത് നിർത്തുക, doesn't read the Bible. ബൈബിൾ വായിക്കുന്നത് നിർത്തുക. Then comes what? അതിനുശേഷം എന്തുണ്ടാവും? Murder. കൊലപാതകം. After murder comes what? ഈ മരണത്തിന് കൊലപാതകത്തിന് ശേഷം എന്ത് സംഭവിക്കും? What happened to Cain? കൈൻ എന്ത് സംഭവിച്ചു? This is a youth meeting, come on. What happened to ഇത് Cain? യുവാക്കളുടെ ഒരു മീറ്റിംഗ് ആണ്. അതിനുശേഷം എന്ത് പറ്റി? നിങ്ങൾ What happened to Cain? കൈൻ എന്ത് പറ്റി? Exile. താൻ അവിടുന്ന് ഓടിപ്പോയി. Hallelujah. Permanently banished from the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീർത്തും അവനെ ദൂരമായി മാറിപ്പോയി. The devil accomplished his purpose. സാത്താൻ തന്റെ ലക്ഷ്യം സാധിച്ചെടുത്തു. What is devil's purpose? എന്താണ് സാത്താൻ ഉണ്ടായിരുന്ന ലക്ഷ്യം? Finishing point. അന്തിമ ലക്ഷ്യസ്ഥാനം. What is devil's goal? സാത്താന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? Die in sin. പാപത്തിൽ മരിക്കുക. Hallelujah. 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 If he can make you die in sin, അവന് നിങ്ങളെ ഓരോരുത്തരെ പാപത്തിൽ മരിക്കുവാനായിട്ട് സാധിപ്പിച്ചു. you have lost eternity forever. നിങ്ങളുടെ നിത്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടു. Permanent exile. Permanent exile. അത് നിങ്ങൾക്ക് തീർത്തും നഷ്ടമാകുന്നു. Hallelujah. Hallelujah. The Holy Spirit is going to go deep this afternoon. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. I will tell you in advance. ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാം. Some of you are not going to like what I'm going to say. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് താല്പര്യം ഉണ്ടാകില്ല. Some of you are going to bite your teeth. നിങ്ങളുടെ പല്ല് കടിക്കും ചിലപ്പോൾ നിങ്ങൾ. You can bite your teeth but don't make noise. നിങ്ങൾ പല്ല് കടിച്ചോ, പക്ഷെ ഒച്ച ഉണ്ടാക്കരുത്. Hallelujah. 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 Praise God. Praise God. Confusion, ഈ ചിന്താകുഴപ്പം, disobedience, അനുസരണക്കേട്, lack of interest, താല്പര്യം കുറയുക, murder, കൊലപാതകം, exile. അതിനുശേഷം നിങ്ങൾ വിട്ടുപോവുക. Lost the finishing point. നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥാനം നഷ്ടമാകും. Hallelujah. 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 This afternoon, ഇന്ന് ഉച്ചയ്ക്ക് God is going to reverse this process for some of you. നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ഇതെല്ലാം തിരിച്ച് ആക്കാൻ How many of you പോവുകയാണ്. believe? നിങ്ങൾ എത്ര പേർ How many of you believe? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. Hallelujah. I don't want any no talking to each other. നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പരസ്പരം സംസാരിക്കരുത്. I want you to listen to me very carefully. വളരെ ശ്രദ്ധയോടുകൂടി എന്നെ കേൾക്കുക. If you look at the mobile phone, I'm going to ransack. I'm going to take the mobile phone. നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങൾ കളിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങളുടെ എടുത്ത് വാങ്ങിക്കും. I can say all of this because it's a youth crowd. ഇവിടെ എല്ലാ യുവാക്കളാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം. If I say this to old crowd, they'll come and beat me. ചിലപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കടന്നു വന്ന് എന്നെ തല്ലും. Hallelujah. Hallelujah. Praise God. Praise God. Praise God. Confusion. ചിന്താക്കുഴപ്പം. You see, 60% of Indians. ഇന്ത്യയിലുള്ള 60% ജനവും. What's the population of India? പോപ്പുലേഷൻ എത്രയാണ്? ഇന്ത്യയിലുള്ള ജനസംഖ്യ എത്രയാണ്? Where's the wireless mic? Audience mic. ഒരു ഓഡിയൻസിന് ഒരു മൈക്ക്. So our dear Eben is going to circulate the audience. I want the answers. What is the population of India? ഇന്ത്യയിലെ പോപ്പുലേഷൻ എത്രയാണ്? Number 1 populous country in the world. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. We overtook China a few months ago. അവിടെ കുറച്ച് നാൾ മുമ്പ് China. We overtook China. നമ്മൾ ചൈനയിലുള്ള ജനസംഖ്യയെ കടന്നു. I hope you know that, right? We are the number 1 populous country in the world. What's the population of India? ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇപ്പോൾ എത്രയാണ്? By the way, when you are thinking, let me just say, our dear Joel, Christo, and our dear Mol, they did a fantastic job. Let's all give them a clap. ജോയലും നമ്മളുടെ ആ കൂടെ പാടിയ വ്യക്തികളെല്ലാം ഇന്ന് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. They stole my sermon. I have nothing else to say. Sorry. They stole my sermon. എൻ്റെ ആ ശുശ്രൂഷ സമയമാണ് അവർ കവർന്നെടുത്തത്. Not സമയം, content. എനിക്ക് ശുശ്രൂഷിക്കേണ്ട ആ കണ്ടന്റ് ആണ് അവരിന്ന് ചോർത്തിയെടുത്തത്. I'm going to say the same things they said. അവർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. So what's the population of India? Come on. ഇന്ത്യയിലെ പോപ്പുലേഷൻ എത്രയാണ്? ജനസംഖ്യ എത്രയാണ്? Can you circulate the mic? What's the population of India? I want this crowd to be lively. ഈ സെർമൺ വളരെ ജീവനുള്ളതായിരിക്കണം. 1.142 crores. Is that right? 140. Okay. I only know in billions. Okay, 1.4 billion. That's probably the same thing, right? Okay. 60% of Indians ഇന്ത്യയിലുള്ള 60% ജനവും is under 30 years old. 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. Average age of an Indian, ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയുടെ ശരാശരി വയസ്സ് 25 years old. 25 വയസ്സാണ്. Hallelujah. 60% of 142 crore. How much?
142 കോടി ജനങ്ങളുടെ 60% എന്ന് പറയുമ്പോൾ almost 150 crores 150 കോടി classify as YPE, members of YPE. അവരെല്ലാം YPE അംഗങ്ങളുടെ ആ പ്രായപരിധിയിൽ വരുന്നവരാണ്. So this is that statistics is great. ആ കണക്കുകളെല്ലാം വളരെ നല്ലതാണ്. If I compare to if you compare in relation, it's twice the population of United States. There are more youth in India. ഇന്ത്യയിലുള്ള ആ യുവാക്കളുടെ എണ്ണം അവിടെ നോക്കുകയാണെങ്കിൽ twice the entire population of United States. അമേരിക്കയിലുള്ള ആ ജനസംഖ്യയുടെ നേരെ ഇരട്ടിയായിട്ട് വരും. Now that's the reason I'm coming 10 times to India. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഞാൻ 10 പ്രാവശ്യം കടന്നു വരുന്നത്. Because my ministry is in India, I have no doubt. എൻ്റെ ശുശ്രൂഷ ഇന്ത്യയിലാണ്, എനിക്കറിയാം. So this is what broke my heart. This statistic. അതാണ് എൻ്റെ ഹൃദയം തകർന്നത്. 60% of youth, യുവാക്കളിലുള്ള 60%, this is worldwide, not India, ഇന്ത്യ മാത്രമല്ല ലോകമാകമാനം, are atheists. അവർക്ക് ദൈവമില്ലാത്ത വ്യക്തികളാണ്. Hallelujah. You can go check. 60% of millennials, Gen Z, Gen X, atheists. അവര് ആ 60% നമ്മൾ അത് പരീക്ഷിക്കുമ്പോൾ അതിലെല്ലാം ദൈവമില്ലാത്ത വ്യക്തികളാണ് ഇവരെല്ലാം എന്ന് കാണുന്നു. Hallelujah. 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 That statistics broke my heart. ആ കണക്കുകളാണ് എൻ്റെ ഹൃദയം തകർത്തത്. It is that statistics that Jesus looks and says the field is ripe. അതുകൊണ്ടാണ് ആ കണക്കുകൾ നോക്കിയിട്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത് വയലെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. There are very few people to work. പ്രവർത്തിക്കാനായിട്ട് വളരെ ചുരുക്കം ജനമേ ഉള്ളൂ. This afternoon God is going to prepare some of you to work in this field. ഈ കർത്താവ് നിങ്ങളിൽ ചിലരെ ഒരുക്കാൻ പോവുകയാണ് ഈ വയൽ പ്രദേശത്ത് പ്രവർത്തിക്കുവാനായിട്ട്. There is plenty of work to do. അനേക പ്രവൃത്തി ചെയ്യുവാനുണ്ട്. I have a favorite Nigerian proverb. ഒരു നൈജീരിയൻ പ്രോവർബ് ഇപ്രകാരമുണ്ട്, പഴമൊഴി ഇപ്രകാരമുണ്ട്. One of my best friends is a Nigerian living in the United States, so I know many Nigerian proverbs. ഒരു അനേക നൈജീരിയക്കാരെ എനിക്കറിയാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. Look at the sky. ആകാശത്തേക്ക് നോക്കുക. Have you ever seen two birds colliding? Sorry. Have you ever seen two birds colliding in the sky? ആകാശത്തിൽ ഏതെങ്കിലും രണ്ട് പക്ഷികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? Anybody has seen anything like that? ആരെങ്കിലും അതേക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? Why? എന്തുകൊണ്ട്? There's so much opportunity. അവിടെ അനേക സാധ്യതകളുണ്ട്. So much work to be done. അനേക പ്രവൃത്തി ചെയ്യുവാനുണ്ട്. There is no time for competition. അവിടെ മത്സരത്തിന് വേണ്ടി ഒരു സമയമില്ല. You are doing great. നിങ്ങൾ വളരെ നല്ല കാര്യം ചെയ്യുന്നു. Very nice. വളരെ നല്ലത്. Help me to do great as well. Help me to do great as well. അതുപോലെ തന്നെ ഇനിയും അനേക പ്രവൃത്തി ചെയ്യുവാൻ സഹായിക്കുക. Let's do great together. നമുക്ക് ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കാം. As opposed to ഞാൻ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്, you're doing great. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു. What? ഇങ്ങനെ ചെയ്യുന്നത് പോലെ. I want to be great. എനിക്ക് വലിയവനാകണം. Why are you great? നിങ്ങൾ You sit down. നീ അവിടെ ഇരിക്കുക. Hallelujah. There's so much work to do. അനേക പ്രവൃത്തി ചെയ്യുവാനുണ്ട്. So there are two reasons I personally believe ഞാൻ വിശ്വസിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, why these youth are atheists. എന്തുകൊണ്ടാണ് യുവാക്കളെല്ലാം ദൈവമില്ലാത്ത വ്യക്തികളായി നിൽക്കുന്നത്? I'm telling you in advance. ഞാൻ മുൻകൂട്ടി പറയുകയാണ്, Some of the youth are not going to like me today. ഇന്ന് ചില യുവാക്കൾക്ക് എന്നെ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. The first reason, ഒന്നാമത്തെ കാര്യം, social media. അവിടെ ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനമാണ്. Hallelujah. Some of the youth are smiling. ചില യുവാക്കൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. Social media. ഈ സോഷ്യൽ മീഡിയ. Hallelujah. Here are the statistics for social media. സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. And you will be stunned. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. An average youth, ഒരു ആവറേജ് യുവാവ് spends 4 hours a day in social ഒരു media. ദിവസത്തിലുള്ള 4 മണിക്കൂർ താൻ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Hard to believe, right? വിശ്വസിക്കാൻ പ്രയാസമാണ്. Some form of Facebook, WhatsApp, Instacart, Snapchat, TikTok, I don't know what it is, but 4 hours a day. ഒരു ദിവസത്തിൽ 4 മണിക്കൂർ ടിക്ടോക്ക്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ചാറ്റ്. Just compute the amount of hours. നിങ്ങളുടെ സമയങ്ങളൊന്ന് കണക്കൂട്ടി എടുക്കുക. 4 hours a day. ഒരു ദിവസത്തിൽ 4 മണിക്കൂർ. 28 hours a week. ഒരാഴ്ചയിൽ 28 മണിക്കൂർ. That is 1 day a week on what? Social media. ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ചിലവഴിക്കുന്നത്. Multiply by 12. 12 നിങ്ങൾ ഗുണിക്കുക. How much? അപ്പോൾ എത്രയാവും? 52. Multiply by 52. 52. 1 day a week in social media. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെലവാക്കുന്ന ഒരു ദിവസം Multiply by 52. അത് 52 നിങ്ങൾ ഗുണിക്കുക. 1.5 months in a year. What? ഒരു വർഷത്തിൽ 1.5 മാസത്തോളം. Hallelujah. This is a problem.
ഇതാണ് പ്രശ്നം. This is going to be a big problem. ഇതൊരു വലിയ പ്രശ്നമായി തീരും. I'll tell you one more thing. ഒരു കാര്യം കൂടി ഞാൻ പറയാം. Average time നിങ്ങളുടെ ശരാശരി സമയം a youth spends on one article or one scene on when they see, ഒരു സീൻ ഒരു യുവാവ് ചെലവിടുന്ന സമയം 15 seconds. 50 സെക്കൻഡാണ്. Hallelujah. Hallelujah. You know, I like to read books. പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ താല്പര്യമാണ്. You know, my average is about 50 pages an hour. That is what ഒരു മണിക്കൂറിൽ 50 പേജ് വായിക്കുവാനായിട്ടാണ് എനിക്ക് കഴിയുന്നത്. എൻ്റെ ശരാശരി അപ്രകാരമാണ്. So that is, even to read one page of a book, it takes 1 minute. ഒരു പുസ്തകത്തിന്റെ ഒരു താള് വായിക്കുവാനായിട്ട് എനിക്ക് 1 മിനിറ്റ് എടുക്കുമെങ്കിൽ one article on social media, സോഷ്യൽ മീഡിയയിലുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാൻ 15 seconds. 15 സെക്കൻഡ്. 75% of the people on social media, സോഷ്യൽ മീഡിയയിലുള്ള 75% ജനവും doesn't read more than 100 words in one 100 screen. വാക്കുകളിൽ അധികമായിട്ട് അവർ വായിക്കാറില്ല. Or on a one topic, more than 100 words. ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിന്റെ 100 വാക്കുകൾ മാത്രമേ അവർ വായിക്കാറുള്ളൂ. You know, one of my masters is in neuroscience. ന്യൂറോ സയൻസിലുള്ള എൻ്റെ ഒരു അധ്യാപകൻ. I got to learn about the brain. ബ്രെയിനിനെ കുറിച്ച് ഞാൻ പഠിക്കാനിടയായി. You know, my wife is a medical doctor. എൻ്റെ ഭാര്യ മെഡിക്കൽ ഡോക്ടറാണ്. And the proudest moment of my life was me teaching her about the brain when she did the exam. An engineer. എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു സമയമുണ്ടായത് തലച്ചോറിനെ കുറിച്ച് എൻ്റെ ഭാര്യയെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടായപ്പോഴാണ്. You know, an engineer teaching a doctor about എഞ്ചിനീയർ ഒരു ഡോക്ടറെ പഠിപ്പിക്കുകയാണ്. Hallelujah. Hallelujah. The brain, human brain is going to be fundamentally rewired because of social media. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തലച്ചോറിന് വളരെ പ്രവർത്തനക്ഷമതയ്ക്ക് കോട്ടം തട്ടാൻ പോവുകയാണ്. The new generation of kids will not have analytical powers. അവിടെ പുതുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അവർക്ക് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എടുക്കാനുള്ള കഴിവുണ്ടാകുകയില്ല. They will not be able to go 3 or 4 steps deep into your problem. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് 3-4 അടി താഴോട്ട് ഇറങ്ങുവാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. Because the brain is getting fundamentally rewired for quick scenes. പെട്ടെന്ന് കാര്യങ്ങൾ കാണുവാൻ വേണ്ടി ബ്രെയിൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ആയിപ്പോയി. Hallelujah. They will not have time to read the Bible. അവർക്ക് ബൈബിൾ വായിക്കാനായിട്ട് സമയം ഉണ്ടാകുകയില്ല. Even if they read the Bible, അവർ ബൈബിൾ വായിക്കാൻ ഇരുന്നാൽ they're going to read like social media. സോഷ്യൽ മീഡിയ വായിക്കുന്ന പോലെ ആയിരിക്കും അവർ വായിക്കുന്നത്. They will not have to wait upon the Lord. അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയില്ല. Hallelujah. Hallelujah. Lack of creativity. അവർക്ക് ക്രിയേറ്റിവിറ്റി ഒട്ടും ഉണ്ടാകുകയില്ല. You know, in our house I have 2 kids. We have 2 kids. എൻ്റെ വീട്ടിൽ എനിക്ക് 2 മക്കളുണ്ട്. My eldest son is Kevin. He's 11 years old. കെവിൻ ആണ്, അവന് 11 വയസ്സാണ് മൂത്ത മകൻ. Our younger daughter is Rachel. She's 7 years old. എൻ്റെ രണ്ടാമത്തെ മകൾ 7 വയസ്സുള്ളതാണ് റേച്ചൽ. She'll be 7 next week actually. അടുത്ത ആഴ്ച 7 വയസ്സാകും. We have a rule in our house. ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്രകാരം ഒരു നിയമമുണ്ട്. You know, we saw that they were too much into video games and YouTube and all that. നമ്മൾ യൂട്യൂബും വീഡിയോ ഗെയിമും അങ്ങനെ അനേക കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. So my wife and I made a rule. ഞാനും എൻ്റെ ഭാര്യയും ഇപ്രകാരം തീരുമാനിച്ചു. No screen time during weekdays. ആഴ്ചയുടെ അവസാനം ഒരിക്കലും ഈ പ്രകാരം സ്ക്രീൻ നോക്കിയിരിക്കുന്ന പരിപാടി ഉണ്ടാകുകയില്ല. No, opposite. Only weekdays screen time. Weekend screen time. Weekdays no screen time. നമ്മളുടെ ആഴ്ചയിലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളിൽ ഒരിക്കലും സ്ക്രീൻ അത് നോക്കുകയില്ല. ശനിയാഴ്ചകൾ ദിവസങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. They were not happy. They fought the rule. അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരെ ഈ നിയമത്തിനെതിരെ അവർ പോരാടുകയായിരുന്നു. But we didn't give up. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. After a few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, after 1 week or so, ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, my son came to me and said, എൻ്റെ മകൻ എന്നോട് കടന്നു വന്നിട്ട് പറഞ്ഞു, Dad, I'm bored. I want more books. എനിക്ക് പുസ്തകങ്ങൾ വേണം, എനിക്ക് വളരെ ബോറടിക്കുന്നു. I asked, you have so many books. നിനക്ക് അനേക പുസ്തകങ്ങളുണ്ടല്ലോ. No, I want, those are all over. അതെല്ലാം കഴിഞ്ഞു. I read all of them. അതെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു. Hallelujah. He has finished 3 encyclopedias in the last 1 year. 3 ഒരു encyclopedias. വർഷത്തിനുള്ളിൽ 3 എൻസൈക്ലോപീഡിയ മുഴുവനായിട്ട് അവൻ വായിച്ചു തീർത്തു കഴിഞ്ഞു. You know, he knows more than me in many topics. അനേക ടോപ്പിക്കുകളിൽ അവന് എന്നെക്കാൾ കൂടുതൽ അറിയാം. Then one day my wife and were sitting. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരിക്കൽ ഇപ്രകാരം ഇരിക്കുമ്പോൾ I'm seeing both of them playing together. അവർ കുട്ടികൾ തമ്മിൽ കളിക്കുന്നത് ഞാൻ കണ്ടു. Before they were, one is in one corner, the other one is in another corner. ഇതിനു മുമ്പ് ഒരുവൻ ഒരു മൂലയ്ക്കും മറ്റവൾ മറ്റൊരു മൂലയ്ക്കുമായിരുന്നു. Now they are playing together. ഇപ്പോൾ അവർ ഒരുമിച്ച് കളിക്കുകയാണ്. How I have a home office. I have a home office. എൻ്റെ വീട്ടിൽ ഒരു ഹോം ഓഫീസ് ഉണ്ട്. My daughter comes and hugs me sometimes. ചില സമയങ്ങളിൽ എൻ്റെ മകൾ കടന്നു വന്ന് എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. It was never, all of this never happened. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ട് തന്നെയില്ല. Hallelujah. Hallelujah. My daughter is drawing pictures now.
ഇപ്പോൾ എൻ്റെ മകൾ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. Hallelujah. Very Hallelujah. dangerous. Very, very dangerous. വളരെ ഡേഞ്ചറസ് ആണ്. I gave you a preamble that you're not going to like what I said. ഞാൻ ഈ പറഞ്ഞ മുഖവര നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. So what is the lesson for you? നിങ്ങൾക്കുള്ള ആ ലെസൺ എന്താണ്? If my children can do it, എൻ്റെ മക്കൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ you can also do it. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. Self discipline. നിങ്ങൾ സ്വയം In order to be a disciple, you need discipline. That's what we heard. നിങ്ങൾക്ക് ഒരു ശിഷ്യനാവണമെങ്കിൽ നിങ്ങൾക്ക് അച്ചടക്കം ഉണ്ടായിരിക്കണം. Child of God. ദൈവവേദലേ. All the youth, they're turning their faces. എല്ലാ യുവാക്കളും നിങ്ങൾ എങ്ങോട്ട് ശ്രദ്ധിക്കുക. Look at me. എന്നെ നോക്കുക. Look at me. എന്നെ നോക്കുക. Not more than 15 minutes a day. Can you do it? ഒരു ദിവസത്തിൽ 15 മിനിറ്റിൽ അധികം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പറ്റുമോ? Silence. എല്ലായിടത്തും നിശബ്ദത. Hallelujah. Try it. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. Hallelujah. Hallelujah. God wants to speak to you. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കണം. Gone are the days where children spend hours kneeling down and praying. മുട്ടുമടക്കി അനേക യുവാക്കൾ പ്രാർത്ഥിക്കുന്ന സമയം എല്ലാം ഇപ്പോൾ കഴിഞ്ഞുപോയി. It's all hurry burry, everything fast food. എല്ലാവരും ഫാസ്റ്റ് ഫുഡാണ്, എല്ലാം തിടുക്കത്തിലാണ് ഓരോരുത്തർ ചെയ്യുന്നത്. Not your problem. അത് നിങ്ങളുടെ പ്രശ്നമല്ല. Social media is fundamentally rewiring your brain. നിങ്ങളുടെ ബ്രെയിനിനെ എല്ലാം റിവൈവ് ചെയ്യുകയാണ് ഈ സോഷ്യൽ മീഡിയ. Before it is too late, നിങ്ങൾ അത് സമയം അതിക്രമിച്ച് കടന്നു പോകുന്നതിന് മുമ്പായി act. നിങ്ങൾ പ്രവർത്തിക്കുക. So that is personally that is the number one reason. അതാണ് വ്യക്തിപരമായ ആദ്യത്തെ കാര്യം. We are going to see more and more atheists. നിങ്ങൾ ഇനി അനേക ദൈവമില്ലാത്ത വ്യക്തികളെ കാണാൻ പോവുകയാണ്. The second reason, രണ്ടാമത്തെ കാരണം, this is for the older people. ഇത് പ്രായമുള്ള വ്യക്തികൾക്കാണ്. No role models. ഒരു റോൾ മോഡലും ഇല്ല. Hallelujah. And it starts in the family. കുടുംബത്തിലാണ് അത് ആരംഭിക്കുന്നത്. There was a mother and a child. ഒരു സ്ഥലത്ത് ഒരു അമ്മയും മകളും ഉണ്ടായി. The mom called her child. ആ അമ്മ മകളെ വിളിച്ചു. The daughter is putting on weight. Mom said, "Don't eat junk food." ആ അമ്മ മകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ജങ്ക് ഫുഡ് നീ കഴിക്കരുത്. No more pizzas. ഈ പിസ്സാസ് ഒന്നും കഴിക്കരുത്. Then the daughter turned around and said, ആ മകൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, there were 2 pieces in the fridge last night. Where did that go? ആ ഫ്രിഡ്ജിനകത്ത് ഇന്നലെ 2 പീസ് പിസ്സ ഉണ്ടായിരുന്നു, അതെവിടെ പോയി? Then the mom said, അമ്മ പറഞ്ഞു, "Oh, we cannot waste things, so I ate it." നമ്മൾക്ക് അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനത് അങ്ങ് കഴിച്ചു. Children of God, ദൈവവേദലേ, the youth is more smarter than you think they are. നിങ്ങൾ വിചാരിക്കുന്നതിലും സ്മാർട്ടാണ് യുവാക്കൾ. They can see through you. നിങ്ങളുടെ ഉള്ളിൽ അവർക്ക് ചൂഴ്ന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. Walking the talk. നിങ്ങൾ എന്ത് സംസാരിക്കുമോ അത് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. One of the things I proudly say, ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം, which I want to mimic myself. ഞാൻ എന്നെ തന്നെ അപ്രകാരം മിമിക് ചെയ്യണം. My father was the same in the church, in the house and in the office. എൻ്റെ പിതാവ് സഭയിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഓഫീസിലും ഞങ്ങളുടെ ഭവനത്തിലും എല്ലാം. No difference. ഒരു വ്യത്യാസമില്ലായിരുന്നു. I clearly knew what is not to do and what to do. എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല. That never changed whether he is in church, in the house or in his office. തന്റെ സഭയിലാണെങ്കിലും തന്റെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും തനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. In fact, I use this personally now after he passes away, I use this personally in my decision making. ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷവും ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. I asked this question to myself, what will daddy do? If he was in the situation, what would he do? ഞാൻ ഇപ്രകാരം ചിന്തിക്കുമായിരുന്നു, എൻ്റെ പിതാവ് ഈ അവസ്ഥയിലായിരുന്നുവെങ്കിൽ താൻ എങ്ങനെ പ്രവർത്തിക്കുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. I understand that many of you may not have such role models. I was very lucky. നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രകാരമുള്ള റോൾ മോഡൽ ചിലപ്പോൾ ഉണ്ടാകുകയില്ല, പക്ഷേ എനിക്കുണ്ട്. ഞാൻ ഭാഗ്യവാനാണ് ആ വിഷയത്തിൽ. But all the older people here, all the parents, ഇവിടെയുള്ള എല്ലാ പേരൻസിനും മുതിർന്നവർക്കും എല്ലാം it's your responsibility too. നിങ്ങളുടെ ഇത് ഉത്തരവാദിത്തമാണ്. ഇന്ന് Don't ask your children to do things that you cannot do yourself. നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. It's a very simple test. അത് വളരെ എളുപ്പമുള്ള ഒരു ടെസ്റ്റാണ്. Hallelujah. 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 My time is almost over. I haven't even gotten to the topic. സമയം കടന്നു പോയിരിക്കുന്നത് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാൻ തന്നെ സാധിച്ചിട്ടില്ല. Hallelujah. How many of you are happy? എത്ര പേർക്ക് സന്തോഷമുണ്ട്? If you're happy, you're masking it really well because I don't see any smiles. നിങ്ങൾ വളരെ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയും പക്ഷേ നിങ്ങൾ കാപ്പട്ടിയ മുഖം ഇപ്പോൾ വെച്ചിരിക്കാനായിട്ട് മിടുക്കന്മാരാണ്. I only see Karishma smiling. കരിഷ്മ മാത്രം ചിരിക്കുന്നത് എനിക്ക് കാണാം. Hallelujah. Hallelujah. Praise God. Praise God. Hallelujah.
You ready? How many of you are ready? നിങ്ങൾ എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നു? Hallelujah. It's not going to be, it's not going to be happy words. വളരെ സന്തോഷമുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. Finishing point. അന്തിമ ലക്ഷ്യസ്ഥാനം. I want to read a key verse. ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Which Babu Chan already started in the Holy Spirit. പരിശുദ്ധാത്മാവ് ആരംഭിച്ചു കഴിഞ്ഞു. Hebrews chapter 12 verses 2. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:2. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്ത വാക്യം കൂടി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Amen. Amen. Hallelujah. Finishing point is always in the context of a race. അന്തിമ ലക്ഷ്യസ്ഥാനം ഒരു വലിയ ഓട്ടപന്തയത്തിന്റെ ആ മുഖം വരയിലാണ് നമ്മൾ കാണുന്നത്. A race was one of Paul's favorite analogy. പൗലോസ് എപ്പോഴും കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓട്ടത്തെ കുറിച്ചാണ് പറയാറുള്ളത്. It also shows how dynamic he was. He wanted to be busy all the time running a race. തനിക്ക് എപ്പോഴും ഈ ഓട്ടക്കളത്തിൽ ആയിരിക്കാനായിട്ടാണ് താല്പര്യം. So we don't know who wrote Hebrews. Many people say Paul wrote Hebrews, and I believe Paul wrote Hebrews. അനേകർ പറയാറുണ്ട് പൗലോസാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതിയതെന്നുള്ളത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. So when he introduced the race in the book of Hebrews, എബ്രായരുടെ ലേഖനത്തിൽ ആ ഓട്ടത്തെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ, which is what we just read, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. he didn't introduce it just like that. അത് വെറുതെ അങ്ങോട്ട് എടുത്ത് പറയുകയല്ല ചെയ്തത്. All these chapters in this Bible is man-made. We created it. ഈ ബൈബിളിലുള്ള ഈ അധ്യായങ്ങളെല്ലാം മാനുഷികമായിട്ട് എഴുതപ്പെട്ടതാണ്. Epistles were created in one big letter. ഇത് എല്ലാം എഴുതിയത് ഒറ്റ ശ്വാസത്തിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത്. That's why it's called a letter. Nobody puts chapters in letters. ആരും ഈ എഴുത്തുകൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് അധ്യായങ്ങളായിട്ട് തിരിക്കാറില്ല. So when Paul introduced a race in chapter 12, 12-ാം അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം ഒരു ഓട്ടക്കളത്തെ കുറിച്ച് കാര്യം പറയുമ്പോൾ, he had to sandwich that between two other things. രണ്ട് കാര്യങ്ങളുടെ ഉള്ളിൽ അത് സാൻഡ്വിച്ച് ചെയ്ത് തനിക്ക് എഴുതണമായിരുന്നു. He didn't start with the race. അത് ഓട്ടമായിട്ടല്ല താൻ He ആരംഭിച്ചത്. started with what? What is chapter 11? താൻ ആരംഭിച്ചത്. What is chapter 11? 11-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Faith. വിശ്വാസം. Faith. വിശ്വാസം. Hallelujah. 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 So he introduces the race with faith. താൻ ഈ ഓട്ടക്കളത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞത് വിശ്വാസത്തെ കുറിച്ചാണ്. Before talking about race, ഓട്ടക്കളത്തിൽ ഓടുന്നതിനെ കുറിച്ച് he പറയുന്നതിന് മുമ്പായി talks about 16 people who ran the race. ഇതിനു മുമ്പ് 60 പേർ ഓടിയ ഒരു ഓട്ടത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Hallelujah. Hallelujah. And he says, അതിനുശേഷം പറയാണ്, the secret അതിന്റെ രഹസ്യം of these 16 people ഈ 16 പേര് is what? എന്താണ്? Is what? One of the youth. യുവാക്കൾ ഒരാൾ ഉത്തരം പറയുക. ഇതിന്റെ രഹസ്യം എന്താണ്? I'm not preaching till you give me the answer. What is the secret? അതിന്റെ രഹസ്യം എന്താണ്? വിശ്വാസം. Faith. വിശ്വാസം. The secret അതിന്റെ രഹസ്യം is faith. വിശ്വാസമാണ്. Why is this important? എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യമുള്ളത്? Hallelujah. Hallelujah. I counsel many people, ഞാൻ അനേകരെ especially കൗൺസിലിംഗ് youth. ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ. Back in the place I live, every year 100 students come for their master's degrees in the university close to my house. എൻ്റെ ഭവനത്തിന് അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ 100 കണക്കിന് യുവാക്കൾ അവിടെ കടന്നു വന്ന് ജോയിൻ ചെയ്യാനായിട്ട് വരാറുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. So I counsel many of them. അവിടെ കടന്നു വന്ന അനേകർക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. So they have all of these tough questions. അവരെല്ലാം എന്നോട് ഈ പ്രകാരമുള്ള ടഫ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. Questions about creation. സൃഷ്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. God willing, we'll get into all those questions today. God willing, we'll get into those questions ആ today. ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ദൈവം സമയം തരുമെങ്കിൽ. So after hearing all their questions, അവരുടെ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം I'll tell them one thing. ഞാൻ അവരോടൊരു കാര്യം പറയും. I will give you the answer. ഞാൻ ഉത്തരം പറയാം. But before I give you the answer, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പായി let me tell you the outcome. അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഞാൻ പറയട്ടെ. What is outcome? എന്താണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്? You are not going to understand what I'm saying using intellect. നിങ്ങളുടെ ബുദ്ധിയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാനേ സാധിക്കുകയില്ല. It is impossible. അത് അസാധ്യമാണ്. Why is that? എന്തുകൊണ്ടാണത്? Let's read a verse. നമുക്കൊരു വാക്യം വായിക്കാം. 1 Corinthians 2:14. 1 കൊരിന്ത്യൻസ് 1 Corinthians 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 1 കൊരിന്ത്യൻ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു.
Hallelujah. What is the problem? എന്താ പ്രശ്നം? Carnal man ഈ ലോകത്തിലുള്ള മനുഷ്യൻ cannot understand things related to the spiritual realm. അവൻ ആത്മീയമായ കാര്യങ്ങൾ ഈ പ്രാകൃത മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. You ask me spiritual questions, നിങ്ങളോട് ആത്മീയമായ കാര്യങ്ങൾ ചോദിക്കും, I will give you spiritual answers, ഞാൻ ആത്മീയമായ ഉത്തരങ്ങൾ നൽകും. but I can tell you one thing, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, you will not understand using carnal brain. നിങ്ങളുടെ പ്രാകൃത ബുദ്ധിയിൽ നിങ്ങൾക്ക് അത് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. What do you need? എന്താണ് അതിന്റെ അർത്ഥം? What do you need? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? Again, what do you need? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയൂ. Faith. വിശ്വാസം. Can everybody say faith? നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുമോ? വിശ്വാസം. വിശ്വാസം. Hallelujah. Hallelujah. You need faith. നിങ്ങൾക്ക് വിശ്വാസം വേണം. Hallelujah. Hallelujah. Read Hebrews 11:3. I'll give you an example. ഞാനൊരു ഉദാഹരണം തരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. Hebrews is saying you can not, I can tell you all the logic on how universe is created. എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് എനിക്ക് ലോജിക് കൊണ്ട് എല്ലാം നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. But you cannot understand it without faith. വിശ്വാസമില്ലാതെ ഇതൊന്നും നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. Hallelujah. Hallelujah. So when man sinned, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, before man sinned, പാപം ചെയ്യുന്നതിന് മുമ്പായി the default was good. അതിനുള്ള മുമ്പ് സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. If you don't pay attention and do something, it will be good. നിങ്ങൾ ഒരു കാര്യങ്ങൾ അധികമായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നന്നായിരിക്കും. But after sin, പാപം ചെയ്തതിന് ശേഷം default is what? ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യം എന്തായി? Default is evil. അത് Default is evil. Default is evil. What does that mean? What does that mean? അതിന്റെ അർത്ഥം എന്താണ്? That is what God told Adam. ആദാമിനോട് ദൈവം പറഞ്ഞതാണ്, From now on, ഇപ്പോൾ മുതൽ you have to work for good. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. By default, grass. By default, all grass and weed. ഇതിന് എല്ലാം അവിടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് എല്ലാം പുല്ലും പറക്കാരയുമായിരിക്കും. If you want fruit, നിങ്ങൾക്ക് ഫലങ്ങൾ വേണമെങ്കിൽ you have to അത് വേണമെങ്കിൽ നിങ്ങൾക്ക് work for it. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. He called Eve and said, ഹവ്വയെ വിളിച്ചിട്ട് പറഞ്ഞു, you can create another offspring, നിങ്ങൾക്ക് കൂടി തന്നെ ഒരു പ്രജ ജനിക്കും, but you have to endure pain for it. പക്ഷേ അതിനു വേണ്ടി നിങ്ങൾക്ക് വേദന സഹിക്കേണ്ടി വരും. So when man sinned, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ default switched from good to bad. അവിടെ ഡിഫോൾട്ട് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തിന്മയിൽ നിന്ന് നന്മയിൽ നിന്ന് എല്ലാം തിന്മയായി. When the default is bad, അവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിരിക്കുമ്പോൾ, to do good, what do you have to do? നല്ലത് ചെയ്യണമെങ്കിൽ you have to work for it. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. You have to work for it. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. That is why I asked you. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, if you are sitting here with expectation, നിങ്ങൾ പ്രതീക്ഷയുമായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, because by default, അവിടെ ഡിഫോൾട്ട് ആയിട്ട് you will not understand anything. ഒരു കാര്യവും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. By default, ഡിഫോൾട്ട് കൊണ്ട് you will go back the way you came. നിങ്ങൾ വന്ന പോലെ തന്നെ നിങ്ങൾ മടങ്ങി. But if you are ready to work for it, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ, what is going to happen? എന്താ സംഭവിക്കാൻ പോകുന്നത്? You are going to learn few things this morning, ഇന്ന് പകൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, which will set you free. അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. Which will set you free. അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. Hallelujah. Hallelujah. So Paul is saying, പൗലോസ് പറയുകയാണ്, before even thinking about race, നിങ്ങൾ ഓട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി understand one thing. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. We are a cloud of testimonies of 16 giants. അവിടെ 16 വലിയവരുടെ സാക്ഷ്യങ്ങളുണ്ട്. They all ran this race. അവരെല്ലാം ഈ ഓട്ടം ഓടിയവരാണ്. And their secret is, അവരെ ലക്ഷ്യസ്ഥാനം പ്രാപിക്കുവാൻ faith. പ്രാപിച്ചതെല്ലാം വിശ്വാസത്താലാണ്. Can we say faith? വിശ്വാസം നമുക്ക് പറയാൻ സാധിക്കുമോ? How many of raise your hands if you're feeling sleepy. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തുക. Awesome. Everybody is attentive. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Listen carefully. So that is the top bread of the sandwich. ആ സാൻഡ്വിച്ചിന്റെ ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റ് അതാണ്. The bottom bread of the sandwich, ആ സാൻഡ്വിച്ചിന്റെ ഏറ്റവും അടിഭാഗം, which is what excites me a lot. അത് എനിക്ക് വളരെ ഉത്സാഹം നൽകുന്നതാണ്. Hallelujah. This verse pumps me up. ഇത് എന്നെ ഉത്സാഹപ്പെടുത്തുന്നു ഈ വാക്യം. Go Hebrews 12, we already read it. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യമാണ്. Verse 3. 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ.
Next one. അടുത്ത വാക്യം കൂടി. പാപത്തോട് പോരിടുന്നതിനാൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. Is it Hebrews 12? Hebrews 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Amen. You know, my hair stands up when I read that verse. Hallelujah. It's a very, very powerful verse. It's a very, very powerful verse. വളരെ ശക്തിയുള്ള വാക്യം. What is Paul saying? എന്താണ് പൗലോസ് പറയുന്നത്? If you can say, oh, I am not like Abraham. ഞാൻ അബ്രാമിനെ പോലെ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. I am not like Gideon. ഞാൻ ഗിദെയോനെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ. I am not like Samson. സാംസനെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ. I am not like David. ദാവീദിനെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ. Yes, they all ran their race. അവരെല്ലാം ഓട്ടം ഓടി. They all got to the finishing point. അവരെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. I don't think I can compete with them. അവരോട് മത്സരിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. That is why Paul says. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. Right after introducing the concept of a race. അവിടെ ഓട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം. After showing the impossible examples of a race. ഓട്ടത്തിന്റെ അസാധ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം. Hallelujah. Now this will be like teaching you how to run. ഓടാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെ പോലെ. Using PT Usha. I don't know. PT Usha നോക്കുക. These kids don't know who PT Usha is. No, when I grew up, PT Usha was a runner. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് PT Usha വളരെ ഓട്ടക്കളത്തിൽ ശോഭിച്ച വ്യക്തിയാണ്. You know, who is the latest? Give me an example of a runner. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഓട്ടത്തിൽ Ben Johnson maybe? I don't know. Hussein. Oh yeah, Hussein. What's his first name? Bolt. Hussein Bolt. I don't know why I forgot. Hussein Bolt. ഹുസൈൻ ബോൾട്ട് ആണ് ഇപ്പോഴുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഓട്ടക്കാരൻ. If Paul did not talk about this verse, ഈ വാക്യത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ he will be teaching you how to run ഓടാനായിട്ട് താൻ പഠിപ്പിക്കുമ്പോൾ by using Usain Bolt as an example. ഹുസൈൻ ബോൾട്ടിനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്നത്. What will you say? എന്ത് പറയും താൻ? Usain Bolt is a marathoner, right? Marathon. He runs മാരത്തോൺ ഓടുന്ന വ്യക്തിയാണ് ഹുസൈൻ ബോൾട്ട്. Hallelujah. He's teaching, and if I keep telling you, ഞാൻ അതേക്കുറിച്ച് വീണ്ടും നിങ്ങളോട് പറയുകയാണെങ്കിൽ be like Usain Bolt, be like Usain Bolt. നിങ്ങൾ ഹുസൈൻ ബോൾട്ടിനെ പോകുകയല്ലേ ആകുക. What did you tell me? നിങ്ങൾ എന്തോ പറയും? You're crazy. നിങ്ങൾക്ക് വട്ടാണ്. Hallelujah. 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 I hope you understand what I'm saying. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് തോന്നുന്നു. After pointing 16 giants in faith, വിശ്വാസത്തിലുള്ള അതികായന്മാരായ 16 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് after താൻ showing പറയുകയാണ്. 16 people who did their race, ഓട്ടം ഓടിയ 16 പേരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, after showing 16 people who finished their race well, ഓട്ടം വളരെ നന്നായിട്ട് ഓടി തികച്ചവരെ കാണിച്ചതിന് ശേഷം, hallelujah. Hallelujah. Here is Paul saying, അതിനുശേഷം പൗലോസ് you പറയുന്നു, don't have to look at any of them. നിങ്ങൾ അവരെ ഒന്നും നോക്കണ്ട. You don't have to look at any of them. നിങ്ങൾ അവരെ ഒന്നും നോക്കണ്ട. I will tell you who to look at. നിങ്ങൾ ആരെ നോക്കണമെന്ന് ഞാൻ പറയാം. Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ. Jesus Christ. കർത്താവായ യേശുവിനെ. He is the author and the finisher. താനാണ് ഇതിനെ എല്ലാം സൃഷ്ടാവും ഇതിനെ എല്ലാം പൂർത്തി വരുത്തുന്നവനും. Hallelujah. 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 So that's what we are going to do today. What? അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. What are we going to do today? ഇന്ന് പകൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? What are we going to do today? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? Look at. നോക്കുക. ആരെ നോക്കണ്ടത്? Jesus, you need to feel the power. നിങ്ങൾക്ക് കർത്താവിനെ നോക്കുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. We are team Jesus Christ. How many of you believe? നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നു? We are team Jesus Christ. How many of you believe? നമ്മൾ ടീം യേശുക്രിസ്തുവാണ്. Team Jesus Christ. ടീം യേശുക്രിസ്തുവിലാണ്. Can you say hallelujah? നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ സാധിക്കുമോ? Everybody in team Jesus Christ say hallelujah. ടീം ജീസസ് ക്രൈസ്റ്റിലുള്ള എല്ലാവർക്കും ഹല്ലേലൂയ പറയാം. No. That didn't feel like team Jesus Christ. Can you say hallelujah? ഞാൻ ടീം ജീസസ് ക്രൈസ്റ്റിലാണ്. No, not good enough. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. 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 Paul is saying, പൗലോസ് പറയുകയാണ്, here is Jesus Christ. ഇവിടെ യേശുക്രിസ്തു. No talking. Here is Jesus Christ. സംസാരിക്കരുത് ഇപ്പോൾ. Here is Jesus Christ. ഇവിടെ യേശുക്രിസ്തു. He is the author. അവനാണ് ഇതിന്റെ He is author. the finisher. അതിന്റെ പൂർത്തി He വരുത്തുന്നവൻ. has done it. അവനത് ചെയ്തു കഴിഞ്ഞു. Just do like he's asked you to do. അവനോട് നിങ്ങളോട് കൽപ്പിച്ച പോലെ നിങ്ങൾ പ്രവർത്തിക്കുക. And that is what we're going to do today. അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. In the next 20 minutes. അടുത്ത 20 മിനിറ്റിനുള്ളിൽ. With the freedom I have with Pastor Suresh George,
with the freedom I have with Pastor Suresh എനിക്ക് George, പാസ്റ്റർ സുരേഷ് ജോർജിലുള്ള എൻ്റെ സ്വാതന്ത്ര്യം and I may take a little bit more time as well. ഞാൻ ചിലപ്പോൾ കുറച്ചധികം സമയം ചിലപ്പോൾ എടുത്തേക്കാം. I want you to understand this very clearly. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ ഗ്രഹിക്കണം. God is going to strengthen few of your hearts. ഇന്നുള്ള ചിലരെ വ്യക്തികളെ കർത്താവ് ശക്തീകരിക്കാൻ പോകുന്നു. God is going to break some bondages this evening. ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ അഴിക്കാൻ പോവുകയാണ്. That's why they tried not to send both of us here. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. How many of you believe? നിങ്ങൾ എത്ര പേര് You വിശ്വസിക്കുന്നു? have to believe. I'm telling you. You have to believe. നിങ്ങൾ വിശ്വസിക്കണം. Without you believing, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ nothing is going to happen. ഒന്നും നടക്കുകയില്ല. You just wasted your time. നിങ്ങളുടെ സമയം You വൃഥാവാക്കുകയാണ്. could have rather watched a Mohanlal movie. മോഹൻലാലിന്റെ വല്ല സിനിമ നിങ്ങൾക്ക് ഇന്ന് കാണാമായിരുന്നു. But if you are sitting here with expectation, നിങ്ങൾ പ്രതീക്ഷയുമായിട്ട് ഇന്ന് if you are sitting here with expectation, നിങ്ങൾ പ്രതീക്ഷയുമായിട്ട് ഇവിടെ God ഇരിക്കുന്നെങ്കിൽ is going to do something new in your heart this evening. ഇന്ന് ഹൃദയത്തിൽ ദൈവം പുതുതായി ചില കാര്യങ്ങൾ Something പ്രവർത്തിക്കാൻ new in your പോകുന്നു. heart. പുതുതായി ചിലത് Something new in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലത് പുതുതായി. Let me tell the youth, യുവാക്കളോട് ഞാൻ പറയട്ടെ, God is going to answer some of your questions. നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകാൻ പോകുന്നു. He is going to remove some confusion this morning. ഇന്ന് പകൽക്കാലം ചില കൺഫ്യൂഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ പോകുന്നു. Just like the desire of our dear Smiju. സ്മിജുവിന്റെ ആഗ്രഹം പോലെ തന്നെ Some confusion is going to go away this morning. ചില കൺഫ്യൂഷൻ എല്ലാം ഇന്ന് മാറ്റപ്പെടാൻ പോകുന്നു. How many of you believe? നിങ്ങൾ എത്ര പേർ How വിശ്വസിക്കുന്നു? many of you believe? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. Hallelujah. I'm very tired. You have to excite me too. It's not one way, it's two way. ഇത് പരസ്പരമുള്ള കാര്യമായിരിക്കണം. ഞാൻ വളരെ ക്ഷീണിതനാണ്. Praise God. Praise the Lord. We are going to look at Jesus Christ. നമ്മൾ കർത്താവിനെ നോക്കാൻ പോവുകയാണ്. Why? എന്തുകൊണ്ട്? Because he is the author and the finisher of this race. ഈ ഓട്ടത്തിന്റെ ആരംഭവും അതിന്റെ പൂർത്തീകരിക്കുന്നവനും കർത്താവാണ്. Hallelujah. ഹല്ലേലൂയ. When you look at Jesus Christ, നിങ്ങൾ കർത്താവിനെ നോക്കുമ്പോൾ, I like to preach this way because it's easier to remember. There are 7 D's. D for D, dog, D. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഡി എന്നുള്ളത് 7 പ്രാവശ്യമുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് അത് വളരെ എളുപ്പമായി നിങ്ങൾക്ക് ഗ്രഹിക്കുവാനും സാധിക്കും. When you look at Jesus Christ, നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ there are 7 D's you have to watch out for. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 8 ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഡി എന്നുള്ള കാര്യമുണ്ട്. What is the first letter of distraction? ഒന്നാമത്തെ എന്താണ്? ഡിസ്ട്രാക്ഷൻ. 7 distractions 7 ഡിസ്ട്രാക്ഷൻസ് that Jesus Christ overcame. അതിന്മേലെല്ലാം കർത്താവ് യേശുക്രിസ്തു ജയം പ്രാപിച്ചു. These 7 distractions ആ 7 അലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ prevented Jesus, യേശുക്രിസ്തുവിനെ തടഞ്ഞത്, did not prevent, tried to prevent അവരെ തന്നെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചത്, tried to prevent Jesus from getting to another D, door of heaven. മറ്റൊരു ഡിയിലേക്ക് പ്രവേശിക്കുന്നതിന് കർത്താവ് യേശുക്രിസ്തുവിനെ തടയാനായിട്ട് ശ്രമിച്ച 7 ഡി ഉണ്ട്. അത് സ്വർഗത്തിന്റെ വാതിലിലേക്ക് കടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. So what are we going to look at? നിങ്ങൾ എന്താ നോക്കാൻ പോകുന്നത്? 7 distractions 7 അലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ against getting to the door of heaven. സ്വർഗത്തിന്റെ വാതിലിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. 7 distractions 7 അലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ against you finishing your race well. നിങ്ങളുടെ ഓട്ടം ശ്രേഷ്ഠകരമായി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. What is the goal of the devil? അവിടെ സാത്താന്റെ പ്രവൃത്തി എന്താണ്? Starts with confusion, ആദ്യം ചിന്തക്കുഴപ്പം ഉണ്ടാക്കുക. ends with what? അതെ, അവസാനിക്കുന്നത് Ends with exile, permanent. അത് നിത്യമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും. His goal is to make you die in sin. പാപത്തിൽ നിങ്ങൾ മരിക്കുവാനായിട്ട് മരിച്ചാൽ. And now this morning ഇന്ന് പകൽ we are going to look at 7 tricks of the devil. സാത്താന്റെ 7 സൂത്രങ്ങളെ കുറിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. 7 distractions 7 നിങ്ങളെ അലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ in the life of ആരുടെ ജീവിതത്തിൽ? That's not loud enough. In the life of Jesus. One more time. Jesus. One more time. Jesus. Amen. യേശുക്രിസ്തു. Praise God. Here are the 7 ones. I'll give you an ആ 7 ഞാൻ പെട്ടെന്ന് പറയാം. lack of time. സമയം കുറവുള്ളതുകൊണ്ട് തിടുക്കത്തിൽ പറയാം. First D, ഒന്നാമത്തെ ഡി, the do's. ചെയ്യേണ്ട കാര്യങ്ങൾ, ഡി, ഡൂസ്. Second D, രണ്ടാമത്തെ ഡി, the don'ts. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, the don'ts. We are not going to spend any time on do's and don'ts. ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് നമ്മൾ അധിക സമയം. You all grew up in church. നിങ്ങൾ all grew up in church. നിങ്ങളെല്ലാം സഭയിൽ കടന്നു വന്നിട്ടുള്ളത്. You all know what do's and don'ts are. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. Jesus himself, we are going to spend a lot of time on Matthew chapter 4. If all of you turn to Gospel of Matthew chapter 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നുപോയി ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ. In chapter 3, Jesus is demonstrating some of the do's and don'ts. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു 3-ാം അധ്യായത്തിൽ വളരെ വിപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. One do in chapter 3, what is it? എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ 3-ാം അധ്യായത്തിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്?
Matthew chapter 3, what is the do that Jesus obeyed? യേശുക്രിസ്തു ചെയ്തത് അനുസരിച്ചതുമായ കാര്യം എന്താണ്? 3-ാം അധ്യായത്തിൽ Baptism. സ്നാനപ്പെട്ടു. No, that's one do Jesus did. യേശുക്രിസ്തു ചെയ്ത ഒന്നാമത്തെ അനുസരിക്കേണ്ട കാര്യം One അതായിരുന്നു. of the many things. അനേക കാര്യങ്ങളിൽ ഒന്ന്. When I got baptized, ഞാൻ സ്നാനമെടുത്തപ്പോൾ I used a very simple logic. ഞാൻ വളരെ സിമ്പിൾ ലോജിക്കാണ് എടുത്തത്. Do you want to be like Christ? Yes. നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ ആകണമോ? യെസ്, ഉണ്ടാകണം. If you want to be like Christ, do you want to do what Christ did? Yes. യേശു ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത പോലെയൊക്കെ നിനക്ക് ചെയ്യാമോ? യെസ്, വേണം. Do you want to do it exactly like Jesus did? Yes. യേശു ചെയ്ത പോലെ തന്നെ ചെയ്യണമോ? അതെ, വേണം. That's all I needed. All my doubts was cleared. എന്റെ സംശയങ്ങളെല്ലാം അതോടുകൂടി ദൂരീകരിക്കപ്പെട്ടു. I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ ആകണം. Jesus got baptized. യേശു ക്രിസ്തു സ്നാനപ്പെട്ടു. I will get baptized. ഞാനും സ്നാനപ്പെടണം. Why? എന്തുകൊണ്ട്? I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ ആകണം. I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ ആകണം. He got baptized. യേശു സ്നാനപ്പെട്ടു. How do I get baptized? ഞാൻ എങ്ങനെ സ്നാനപ്പെടും? Just like how Jesus got baptized. യേശു ക്രിസ്തു എങ്ങനെ സ്നാനപ്പെട്ടോ അതുപോലെ തന്നെ ഞാൻ സ്നാനപ്പെടും. In the Greek, baptismo means immersion. ബാപ്റ്റിസ്മോ എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക. It's a very purposeful word. അത് വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി എഴുതിയ വാക്യമാണ്. We are not going to spend any time on baptism today. ഇപ്പോൾ നമ്മൾ സ്നാനത്തെക്കുറിച്ച് അധിക സമയം എടുക്കുന്നില്ല. But if anybody is here, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ still questions, വീണ്ടും ചോദ്യമായിരിക്കുന്നുവെങ്കിൽ, this was my logic. ഇതായിരുന്നു എന്റെ ലോജിക്. So Jesus did a do. യേശു അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു. In chapter 4 he did a don't. അവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. What is the don't in Matthew chapter 4? അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക എന്താണ് ആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാക്യം. He said don't to food. He fasted. Don't to food. Food. Yeah, he said don't food for fasting for 40 days. അവിടെ ഭക്ഷണമില്ലാതെ 40 ദിവസം താൻ ഉപവാസത്തിലായിരുന്നു. So Jesus did his do's and don'ts. I'm not going to spend any time on that. അതേക്കുറിച്ച് ഞാൻ സമയം ഇനി എടുക്കാൻ പോകുന്നില്ല. I'm going to spend time on the next 5 D's. 5 D അതിന് തുടർമാനമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സമയം എടുക്കാം. Here is the first D. അതിൽ ആദ്യത്തെ D. When I say it, I want you all to repeat after me. ഞാനത് പറയുമ്പോൾ നിങ്ങൾ അവരോട് തിരിച്ച് എന്നോട് പ്രതികരിക്കണം. First D. ഒന്നാമത്തെ D. How many of you are ready to hear the 5 D's? ആ 5 D കേൾക്കുവാനായിട്ട് താല്പര്യമുള്ള എത്ര പേരുണ്ട്? Nobody in the back. പുറകിൽ ആരുമില്ലാന്ന് തോന്നുന്നു. Let me see how many of you want to hear the 5 D's. എത്ര പേർക്ക് ഈ 5 D കേൾക്കണം? Let me see whose hand is not up. ആരുടെ കയ്യാ ഉയർന്നിരിക്കുന്നില്ല എന്ന് ഞാൻ നോക്കട്ടെ. Amen. All right. First D. ഒന്നാമത്തെ D. Daily needs. ഓരോ ദിവസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. Not the shop outside. ഈ പുറത്തുള്ള നമ്മുടെ ഡെയിലി നീഡ് ഷോപ്പ് അല്ല. First D. ഒന്നാമത്തെ D. Daily needs. ഓരോ ദിവസം അന്നന്നേക്ക് നിങ്ങൾക്ക് വേണ്ടുന്നത്. Hallelujah. Let's read. നമുക്ക് വായിക്കാം. Matthew chapter 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3 and 4. 3-4 വാക്യങ്ങൾ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Amen. Daily needs. What are our daily needs? നമ്മളുടെ ഓരോ ദിവസമുള്ള ആവശ്യങ്ങൾ എന്താണ്? Good marks in the exam. പരീക്ഷ എഴുതുക. Top rank in NEET. നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങളുടെ ഏറ്റവും ഉന്നതമായ ജയം പ്രാപിക്കണം പരീക്ഷയിൽ. Good food. നല്ല ഭക്ഷണം. That is very simple. What are our daily needs? നമ്മൾ ഓരോ ദിവസവും നമ്മൾ അത്യന്തം ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? The latest Enfield motorbike. Some of you folks. ചിലർ പറയും എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എൻഫീൽഡ് ബുള്ളറ്റ് വേണം. So for some of you it is, what is that? Thar, Mahindra Thar. ചിലർക്ക് വേണ്ടുന്നത് മഹീന്ദ്ര താർ എന്നുള്ള വെഹിക്കിൾ ആയിരിക്കും. That is not a daily need. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും അത് ആവശ്യമുള്ള കാര്യമല്ല. That is not daily. I'm talking about daily needs. നിങ്ങൾക്ക് ഓരോ ദിവസം അത്യന്താപേക്ഷിതമായി വേണ്ട കാര്യങ്ങളാണ്. All of you listen very carefully. All the children listen very carefully. യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. One of the question you're going to hear. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. You're going to hear it. നിങ്ങളത് കേൾക്കും. I have heard it. ഞാനത് കേട്ടിട്ടുണ്ട്. You will hear it. നിങ്ങളും കേൾക്കും. Because you serve this God. ഈ കർത്താവിനെ നിങ്ങൾ പിൻപറ്റുന്നതുകൊണ്ട് what did you get? എന്ത് നിങ്ങൾക്ക് ലഭിക്കും? Because you serve this God. ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് you failed in the exam. നിങ്ങൾ പരീക്ഷയിൽ തോറ്റുപോയി. What is the difference? എന്താണ് വ്യത്യാസം?
That question is, that's the exact question devil asked. അത് തന്നെയാണ് സാത്താൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം. If you are the child of God, നിങ്ങൾ ദൈവ പൈതലാണെങ്കിൽ why are you so hungry? നിങ്ങൾ എന്തുകൊണ്ടാണ് വിശന്നിരിക്കുന്നത്? Make it bread and eat. നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ അപ്പം ഉണ്ടാക്കി കഴിക്കുക. If you are the child of God, നീ ദൈവ പൈതലെങ്കിൽ why are you still sick? എന്തുകൊണ്ടാണ് നീ രോഗത്തിലായിരിക്കുന്നത്? Why is your promotion denied? നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? Hallelujah. Hallelujah. Why are you not a topper in the class? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടോപ്പർ ആകാൻ സാധിക്കാത്തത് Why didn't എന്തുകൊണ്ട്? you pass a NEET exam? നീറ്റ് എക്സാം എന്തുകൊണ്ട് നീ പാസ്സായില്ല? Why didn't you get admission for medicine and engineering? മെഡിസിനും എഞ്ചിനീയറിംഗിനും നിനക്ക് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല? Hallelujah. 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 First distraction. ഒന്നാമത്തെ ചിന്ത നിങ്ങളുടെ പറിച്ചു Daily കളയുന്നത് needs. നിങ്ങളുടെ അത് ഓരോ ദിവസം ആവശ്യമുള്ള കാര്യങ്ങൾ. Hallelujah. This morning, ഇന്ന് പകൽക്കാലം the Holy Spirit is going to answer that question very specifically. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അതിന് ഉത്തരം നൽകാൻ പോകുകയാണ്. I know that there are some people sitting here with the same question. അതേ ചോദ്യമായിട്ട് ഇവിടെ ചിലർ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. God, I served you. കർത്താവേ, ഞാൻ നിന്നെ സേവിച്ചു. Why is it like this for me? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു? Why am I not seeing a breakthrough? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു ബ്രേക്ക് ത്രൂ കാണുന്നില്ല? Hallelujah. 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 Listen carefully. ശ്രദ്ധിച്ചു കേൾക്കുക. I'm going to take 50 minutes more. Listen 15 മിനിറ്റ് carefully. കൂടി മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. Our doctor said, നമ്മുടെ ഡോക്ടർ പറഞ്ഞു, the problem of hunger is food. ഈ പ്രശ്നം നിങ്ങളുടെ വിശപ്പിന്റെ അതാണ് പ്രശ്നം. I'm telling you, there is good food for you. It's worth the wait. നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. Hallelujah. 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 Wow. How do you answer this question? ഈ ചോദ്യം നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും? Let me teach you. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ ഈ കാര്യം. A truth in the word of God. ദൈവത്തിന്റെ വചനത്തിലെ സത്യം. A truth in the operations of God. ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള സത്യം. Revelation says, വെളിപ്പാട് പുസ്തകം പറയുന്നു, I am the Alpha and the Omega. ഞാനാണ് ആൽഫയും ഒമേഗയും. You and I നീയും ഞാനും are the Alpha. ആൽഫയാണ്. Anybody knows Omega? ഒമേഗ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? Nobody knows Omega. ആർക്കും ഒമേഗ അറിയില്ല. Hallelujah. Hallelujah. Because God is the Omega. ദൈവമാണ് ഒമേഗ. How many of you watch swimming? നിങ്ങൾക്ക് എത്ര പേർക്ക് നീന്താൻ അറിയാം? Suresh Chan talked about boat race. Let me take another sport. Swimming, competitive swimming. നിങ്ങൾ മത്സരിച്ചിട്ടുള്ള നീന്തൽ മത്സരം. I got into watching swimming after Michael Phelps, right? You guys know Michael Phelps. He's a world record holder. Michael Phelps. മൈക്കൽ ഫെൽപ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. The swimming pool is 50 meters. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ 50 മീറ്റർ നീളമാണ്. So the longest lap in the Olympics is 30 laps. 30 ലാപ്പാണ് ഈ ഒളിമ്പിക്സിലുള്ള ഏറ്റവും ലോങ്സ്റ്റ് ലാപ്പ്. 1500 meters back and forth. 30 laps. 30 ലാപ്പ് 1500 അടിയാണ് മീറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. There is one more competition not in Olympics. That is called marathon swimming. മാരത്തോൺ സ്വിമ്മിംഗ് ഉണ്ട്. അത് ഒളിമ്പിക്സിലല്ല, മറ്റു സ്ഥലങ്ങളിലാണ്. 200 laps. 200 ലാപ്പാണ് അപ്രകാരം നീന്തേണ്ടത്. Has anybody watched competitive marathon swimming? I just want to ask. കോമ്പറ്റിറ്റീവ് മാരത്തോൺ നീന്തൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Our students upstairs, they watched. If you haven't watched, you have to watch this. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. Listen carefully. ശ്രദ്ധിച്ച് കേൾക്കുക. The person who comes first ആദ്യം വരുന്ന വ്യക്തി is not first in all the laps. എല്ലാ ലാപ്പിലും താൻ ഒന്നാമതായിരുന്നില്ല. Fifth lap, he's like 6th or 7th. അഞ്ചാമത്തെ ലാപ്പിൽ താൻ ചിലപ്പോൾ അഞ്ചാമത്തെയോ ആറാമത്തെയോ വ്യക്തി 10th lap, he may go back to 10th position. അവിടെ 10ാമത്തെ ലാപ്പ് എത്തുമ്പോൾ താൻ ചിലപ്പോൾ ഏറ്റവും പുറകിൽ 10ാമത്തെ 100th വ്യക്തിയാവും. lap, he may be like even behind. അതിലും പുറകിലായിരിക്കും ചിലപ്പോൾ 100ാമത്തെ ലാപ്പ് എത്തുമ്പോൾ. Hallelujah. 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 One thing he knows. തനിക്ക് ഒരു കാര്യം അറിയാം. Who gets a prize? ആർക്കാ സമ്മാനം ലഭിക്കുക? Who gets a prize? ആർക്ക് സമ്മാനം ലഭിക്കും? Who gets a prize? ആർക്കാ സമ്മാനം ലഭിക്കുക? Which lap gets a prize? ഏത് ലാപ്പിൽ വരുന്ന വ്യക്തിക്കാണ് സമ്മാനം ലഭിക്കുക? Say out, which lap? The last lap. ഏറ്റവും അവസാനത്തെ ലാപ്പിൽ വരുന്ന വ്യക്തിക്കാണ്. That is the only thing that matters. അത് മാത്രമേ കാര്യമാക്കേണ്ട കാര്യമുള്ളൂ. Nobody cares about 30th lap. അവിടെ 30ാമത്തെ ലാപ്പിനെ കുറിച്ച് ആരും Nobody നോക്കുന്നില്ല. cares about 50th lap. 50ാമത്തെ ലാപ്പിനെ കുറിച്ച് ആരും If you നോക്കുന്നില്ല. watch the winner, ജയിക്കുന്ന വ്യക്തിയെ നോക്കുമ്പോൾ he's conserving energy. അവൻ ശക്തി എല്ലാം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. 5th lap is conserving energy. 5ാമത്തെ ലാപ്പിലും താൻ ശക്തി അവിടെ Let others go by, no problem. മറ്റുള്ളവർ കടന്നു പോയിക്കോട്ടെ, പ്രശ്നമില്ല. It is a 200 lap race. 200 ലാപ്പാണ് When പ്രകാരമുള്ളത്. it gets to 180th lap,
അവിടെ 180ാമത്തെ ലാപ്പിലെത്തുമ്പോൾ he starts swimming. അപ്പോഴാണ് താൻ നീന്തൽ He starts ശക്തമാക്കുന്നത്, getting faster. ശക്തിയാകുന്നു. When he gets to 190 lap, 190ാമത്തെ he's now ലാപ്പിലെത്തുമ്പോൾ 10th position. അവിടെ 10ാമത്തെ പൊസിഷനിലായിരിക്കാം. 193 lap, he's like 5th position. 193ാമത്തെ ആവുമ്പോൾ താൻ 5ാമത്തെ ലാപ്പിലാവും. 198 lap, he's the 2nd position. 198ആവുമ്പോൾ താൻ 2ാമത്തെ ലാപ്പിൽ Hallelujah. എത്തുന്നു. When the final lap comes, ഏറ്റവും അവസാനത്തെ he's ലാപ്പിലെത്തുമ്പോൾ ahead of everybody. എല്ലാവരിലും മുന്നിലാവുന്നു താൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Finishing point, child of God. ദൈവപൈതലേ, Finishing ലക്ഷ്യസ്ഥാനം, point. അന്തിമമായ He ലക്ഷ്യസ്ഥാനം. optimizes on the omega. ദൈവമാണ് ഒമേഗ. What he cares is, താൻ പറയുന്നത് he'll help you for the 5th lap. 5ാമത്തെ ലാപ്പ് പ്രശ്നമല്ല, He will help you for the 50th lap. 50ാമത്തെ ലാപ്പിലും തന്നെ നമ്മളെ സഹായിക്കും. What he cares is, താൻ ശ്രദ്ധിക്കുന്നത് 200th lap. 200ാമത്തെ ലാപ്പിൽ, 200th lap. 200ാമത്തെ Are ലാപ്പിൽ you ahead or not? നിങ്ങൾ എല്ലാവരിലും മുന്നിലാണോ? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Paul ran really nicely. അവിടെ പൗലോസ് വളരെ നല്ല ഓട്ടമോടി. He even says, I don't understand much, but I'm running. എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ ഓടുകയാണ്. I'm not even sure if I'm ahead. എനിക്ക് അറിയില്ല ഞാൻ ഏറ്റവും മുന്നിലാണോ One thing എന്ന്. I'm doing, I'm forgetting my past. എന്റെ പുറകിലുള്ളതെല്ലാം ഞാൻ മറന്ന് I'm straining to the future. ഞാൻ ഭാവിയിലേക്ക് ഓടുകയാണ്. Even though I don't understand it, എനിക്ക് മനസ്സിലാകുന്നില്ല I'm എങ്കിലും running. ഞാൻ ഓടുകയാണ്. But when he writes to Timothy, when he writes to Timothy, തിമോത്തിക്ക് താൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ towards the end of his life, ഇതിന്റെ അവസാനം എന്താ പറയുന്നത്? hallelujah, Hallelujah. he tells Timothy, തിമോത്തിയോട് പറയുകയാണ്, I have run this good race. ഞാൻ ഈ നല്ല ഓട്ടം ഓടി, I have finished the fight. ഞാനിത് ഓട്ടം തികച്ചു. Now the crown is waiting for me. എനിക്ക് വേണ്ടി കിരീടം ഒരുക്കി I വെച്ചിരിക്കുന്നു. didn't understand it 5 years ago. 5 കൊല്ലം മുമ്പ് എനിക്കിത് I was മനസ്സിലായില്ല. just running. ഞാൻ വെറുതെ I ഓടുകയായിരുന്നു. didn't understand it when I started my ministry. എനിക്ക് എന്റെ ശുശ്രൂഷയെ കുറിച്ച് I എനിക്ക് was just അറിയില്ലായിരുന്നു. running. ഞാൻ ഓടുകയായിരുന്നു. But oh Timothy, തിമോത്തിയെ, this is my final lap. ഇതാണ് എന്റെ അവസാന And I ഓട്ടം. understand one thing. ഒരു കാര്യം ഞാൻ I മനസ്സിലാക്കുന്നു, am ahead. ഞാൻ മുന്നിലാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. That is the same verse written on my father's tomb. അത് തന്നെ ആ വാക്യമാണ് എന്റെ പിതാവിന്റെ കല്ലറയിൽ എഴുതി I want വെച്ചിരിക്കുന്നത്. that verse to be written in my tomb. എന്റെ ശവക്കല്ലറയിലും അത് അതേ വാക്യം തന്നെ What എഴുതണമെന്ന് does ഞാൻ that verse ആഗ്രഹിക്കുന്നു. say? എന്താണ് ആ വാക്യം പറയുന്നത്? Final lap. അവസാനത്തെ ഓട്ടം. Hallelujah. Hallelujah. ഹല്ലേലൂയ. Jesus, child of God, ദൈവപൈതലേ, don't complain. നിങ്ങൾ ഒരിക്കലും പരാതിപ്പെടരുത്. Don't complain. പരാതിപ്പെടരുത്. You may not get what you need. നിങ്ങൾ വിചാരിച്ച കാര്യം ചിലപ്പോൾ In the 5th കിട്ടുകയില്ല. lap, you may think God forgot you. 5ാമത്തെ ലാപ്പിൽ നിങ്ങൾ വിചാരിക്കും കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. In the 50th lap, you may think, God, where is God? എവിടെ ദൈവം എന്ന് നിങ്ങൾ 50ാമത്തെ ലാപ്പിൽ ചിലപ്പോൾ Oh, the ചോദിക്കും. one who called you, ദൈവം നിങ്ങൾ വിളിച്ചുവെങ്കിൽ, one who called you നിങ്ങളെ വിളിച്ചവൻ is faithful. വിശ്വസ്തനാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. The Holy Spirit is strengthening this hearts this evening. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ശക്തീകരിക്കുകയാണ് The ഇന്ന്. Holy Spirit is removing some confusion this നിങ്ങളുടെ evening. ഹൃദയത്തിലുള്ള ചില ചിന്താ കുഴപ്പങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് Hallelujah. മാറ്റുകയാണ്. God has called you ദൈവം നിങ്ങളെ വിളിച്ചു for the final lap. അവസാനത്തെ ലാപ്പിനെ ഓടുവാൻ വേണ്ടി. How many of you believe? എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? എത്ര പേർ വിശ്വസിക്കുന്നു? Lot of people ran this race. ഈ ഓട്ടം അനേകർ ഓടിയതാണ്. 50th lap they look great. 50ാമത്തെ ലാപ്പിൽ അവിടെ ഏറ്റവും വളരെ നന്നായി തോന്നി. 100th lap they look like superstars. അവിടെ സൂപ്പർ സ്റ്റാറായി 50, 60, 100ാമത്തെ ലാപ്പിൽ. But they didn't reach the 200th lap. പക്ഷേ 200ാമത്തെ ലാപ്പ് ചിലർ എത്തിയില്ല. What happened? എന്ത് പറ്റി? Exile. അവരെല്ലാം ദൂരീകരിക്കപ്പെട്ടു പോയി. Permanently away from God. അവർ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അവരെ വിട്ടുപോയി. Everybody who hears me this morning, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാവരും I want you to understand one ഒരു thing. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. God is optimizing your life. നിങ്ങളുടെ ജീവിതത്തെ എല്ലാം കർത്താവ് God യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. is optimizing your life. നിങ്ങളുടെ ജീവിതത്തെ എല്ലാം God has a plan for your life. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു And പദ്ധതിയുണ്ട്. that plan doesn't stop in 5 laps. അത് 5 ലാപ്പ് കഴിയുമ്പോൾ നിൽക്കുന്നതല്ല, Doesn't stop in 100 laps. 100ാമത്തെ ലാപ്പിൽ നിൽക്കുന്നതുമല്ല. At the ends of the ages. ആ യുഗങ്ങളുടെ അവസാനം വരെ. That's what he told his disciples. Last sentence. അതാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാനത്തെ സെന്റൻസ്. Till the end of the ages. യുഗങ്ങളുടെ അവസാനത്തോളം I will not leave you as orphans. നിങ്ങളെ ഒന്നും വിട്ടുകളയുകയില്ല, I will be ഉപേക്ഷിക്കുകയില്ല. with you. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. Hallelujah.
Hallelujah. ഹല്ലേലൂയ. All complaints be removed in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പരാതികളും മാറിപ്പോകട്ടെ. Can we submit to the will of God? ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു Can we കൊടുക്കാമോ? submit to the will of God? ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു Let കൊടുക്കാമോ? him optimize your life. നിങ്ങളുടെ ജീവിതത്തെ അവൻ Let him യഥാസ്ഥാനപ്പെടുത്തട്ടെ. optimize your life. നിങ്ങളുടെ ജീവിതത്തെ എല്ലാം അവന് Man cannot do that. മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റില്ല. Man is the Alpha. മനുഷ്യൻ ആൽഫയുമാണ്. There is only one who knows the Omega. ഓമേഗയെ അറിയാവുന്ന ഒരുവൻ There is only മാത്രം. one who knows the Omega. ഓമേഗയെ അറിയാവുന്ന ഒരുവൻ He മാത്രം. is optimizing your life. അവനാണ് നിങ്ങളെ ഓരോരുത്തരെയും യഥാസ്ഥാനപ്പെടുത്തി ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. Daily needs. നിങ്ങളുടെ അന്നെന്നുള്ള ആവശ്യങ്ങൾ. There are many versions of this. അതേക്കുറിച്ച് അനേക വേർഷൻസ് ഉണ്ട്. That's what Jesus says, don't worry. അതേക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു. Look at the sparrows. ഈ നിങ്ങൾ പറക്കുന്ന പക്ഷികളെ Look നോക്കുക. at the flowers. അവിടെ നിങ്ങൾ ഈ പക്ഷികളെ നോക്കുക. Look at how I optimize their lives. ഞാൻ അവരുടെ ജീവിതത്തെ എങ്ങനെ ഞാൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. Look at how I take care of them. അവരെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നു. How much more will I not take care of you? നിങ്ങളെ കുറിച്ച് അതിൽ അത്യന്തപരമായിട്ട് നോക്കുകയില്ലയോ? Hallelujah. ഹല്ലേലൂയ. Fifth lap, okay. അഞ്ചാമത്തെ ലാപ്പ് You may be the കുഴപ്പമില്ല. 10th in the class. You may be 10th in the class. നിങ്ങൾ ചിലപ്പോൾ 10ാമത്തെ വ്യക്തിയായിരിക്കും ക്ലാസ്സിൽ. 50th lap, okay. 50ാമത്തെ ആണെങ്കിലും പ്രശ്നമില്ല. You didn't get your dream job. നിങ്ങൾ വിചാരിച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ല. But one thing can you say this evening? പക്ഷേ ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുമോ? That is what the Son of God said. അതാണ് ദൈവപുത്രൻ പറയുന്നത്. Not my will, God. എന്റെ ഹിതമല്ല, Let your will be done. നിന്റെ ഹിതം ആകട്ടെ. Let your will be done. നിന്റെ ഹിതം പൂർത്തീകരിക്കട്ടെ. Because you're optimizing my life. എന്റെ ജീവിതത്തെ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുന്നത് കർത്താവാണല്ലോ. Hallelujah. We are only in first D and we are out of time. ഒന്നാമത്തെ പോയിന്റ് എത്തിയുള്ളൂ, പക്ഷെ നമ്മുടെ സമയം We're കടന്നു. going to take more. I'm going to take some more time. ഞാൻ അല്പം സമയം കൂടി എടുക്കാം. How many of you are hungry? എത്ര പേർ വിശന്നിരിക്കുന്നു ഇപ്പോൾ? I think one person is hungry. ഒരു വ്യക്തി വിശന്നിരിക്കുകയാണ് ഇപ്പോൾ. Spirit of God is going to give you some spiritual food. നിങ്ങൾക്ക് ആത്മീയ ഭക്ഷണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇന്ന് നൽകും. That is what Jesus did for 40 days. അതാണ് കർത്താവ് ഭക്ഷിച്ചത് He 40 ദിവസം. didn't need the food of the world. ഈ ലോകത്തുള്ള ഭക്ഷണം തനിക്ക് വേണ്ടി വന്നില്ല. This afternoon, ഇന്ന് പകൽക്കാലം God is. Okay, time is not an issue. Blank check. Okay. എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് ആണ് ഇപ്പോൾ കിട്ടിയത്. സമയം പ്രശ്നമല്ല എന്ന്. Praise God. Praise God. God is going to strengthen some hearts this evening. ഇന്ന് ചില ഹൃദയങ്ങളെ കർത്താവ് ശക്തീകരിക്കാൻ He's പോവുകയാണ്. going to remove some confusions this evening. ഇന്ന് ചില കൺഫ്യൂഷൻ എല്ലാം ചിലരുടെ മാറ്റാൻ പോവുകയാണ്. Now I will show you ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം കാണിക്കാം. from the Bible ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് how to എങ്ങനെ receive a promise. ഒരു വാഗ്ദത്തം എങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ So സാധിക്കും. you have a promise. നിങ്ങൾക്ക് ഒരു വാഗ്ദത്തമുണ്ട്. What not to do ചെയ്യാൻ പാടില്ലാത്ത എന്ത്? to get a promise. നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം How many ലഭിക്കണമെങ്കിൽ of you want to hear that? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കേൾക്കണം? All right, let's go to Joshua chapter 6. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Joshua chapter 6. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം. Now you have to read the whole chapter 6. How many of you have read? ജോഷുവയുടെ പുസ്തകം നിങ്ങൾ എത്ര പേർ We വായിച്ചിട്ടുണ്ട്? don't have time. നമുക്ക് സമയമില്ലല്ലോ. How many of you know the story in chapter 6? Raise your hands. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അതിൽ 6-ാം അധ്യായത്തിലുള്ള ആ സംഭവ കഥയെക്കുറിച്ച്? What's the story? എന്താണ് അവിടുത്തെ ആ കഥ അതിൽ പറഞ്ഞിരിക്കുന്നത്? The fall of Jericho. ജെരിഹോ മതിൽ ഇടിഞ്ഞു വീണത്. You know, you can use this example for everything in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ഉദാഹരണം എടുക്കാം. Here is the promise. ഇതാണ് വാഗ്ദത്തം. What is the promise? എന്താണ് വാഗ്ദത്തം? I'm going to give you Jericho. ഞാൻ ജെരിഹോ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. Before they started getting the whole land of Canaan, ആ കനാനിലുള്ള എല്ലാ സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കാൻ മുമ്പായി God wanted to teach them how to capture the promise. ആ വാഗ്ദത്തം എങ്ങനെ പിടിച്ചടക്കാം എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയായിരുന്നു. And he wanted to show them how to capture the promise. ഈ വാഗ്ദത്തം എങ്ങനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് അവരെ പഠിപ്പിക്കണമായിരുന്നു. That's why he gave specific instructions on how to capture Jericho. അതുകൊണ്ടാണ് വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തത് യെരിഹോ എങ്ങനെ പിടിച്ചടക്കാം. Hallelujah. ഹല്ലേലൂയ. You know, all of you should go and read Joshua chapter 6. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങളെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം എല്ലാവരും വായിക്കണം. Because it clearly tells you how to capture your promise, how to get your promise. അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ വാഗ്ദത്തം എങ്ങനെ നിങ്ങൾക്ക് പിടിച്ച് അടക്കാം എന്നുള്ളത്. This morning ഇന്ന് പകൽ I'll tell you what not to do. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ത് എന്ന് ഞാൻ ആദ്യം പറയാം. Go and read 6 and find out what to do. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ മടങ്ങിപ്പോയതിനു ശേഷം വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത്. We will discuss what not to do. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. So what is the problem at Jericho? യെരിഹോയിൽ എന്താണ് പ്രശ്നം? What's the problem at Jericho? അവിടെ എന്താണ് പ്രശ്നം? The fortress, the wall അവിടുത്തെ മതിൽ
powerful wall all around it. അവിടെ ചുറ്റുമാതിലും വളരെ വലിയ മതിലാണ്. Same thing with your promises. നിങ്ങളുടെ വാഗ്ദത്തങ്ങളും സംഭവിക്കുക അത് തന്നെയാണ്. When you look at it, what is going on? അവിടെ എന്താ നോക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ? Big wall around it. അതിന് ചുറ്റും വലിയ ചുറ്റുമതിലാണ്. The promise of a child, ഒരു പൈതലിന്റെ ഒരു വാഗ്ദത്തം, promise of a job, ജോലിയെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം, promise of graduation, നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വാഗ്ദത്തം, promise of a partner, നിങ്ങൾക്ക് ഒരു കൂട്ട് പങ്കാളിയെ കുറിച്ചുള്ള what's the problem? You have the promise, but when you look, what is it? നിങ്ങൾ വാഗ്ദത്തമുണ്ട്, പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ strong wall. അവിടെ ചുറ്റും വലിയ മതിലാണ്. Hallelujah. Here is what not to do. ഇതാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. Many people, അനേക വ്യക്തികൾ try to get the promise, വാഗ്ദത്തം ലഭിക്കാൻ ശ്രമിക്കും with only praise. സ്തുതി കൊണ്ട് മാത്രം. Here is maybe I should explain a little bit what God told them. ദൈവം അവരോട് കൂടുതൽ പറഞ്ഞ കാര്യം. God told them, here is how you're going to capture Jericho. നിങ്ങൾ ഈ പ്രകാരമാണ് യെരിഹോ പിടിച്ചടക്കാൻ പോകുന്നത്. Soldiers go in the front. അവിടെ പട്ടാളക്കാരെല്ലാം മുമ്പിൽ പോവും. Trumpets go right behind it. അതിനുശേഷം കാഹളം ഊതുന്നവർ പുറകെ പോവും. The ark of the covenant of the Lord goes right behind it. അതിന് തൊട്ടു പുറകെ കർത്താവിന്റെ പെട്ടകം യാത്ര ചെയ്യും. Then the another set of soldiers behind it. അതിന്റെ തൊട്ടു പുറകെ പട്ടാളക്കാരുണ്ടാവും. And do what? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? Do what? എന്ത് ചെയ്യണം? How many times? എത്ര പ്രാവശ്യം ചുറ്റും നടക്കണം? One time each for how many days? ഒരു പ്രാവശ്യം നിങ്ങൾ അതിനെ ചുറ്റി നടക്കണം. യെരിഹോ മതിലിന് ചുറ്റും. അങ്ങനെ 6 ദിവസം. 6 days. And on the 7th day, ഏഴാമത്തെ ദിവസം 7 times. 7 പ്രാവശ്യം. And when you do it 7th time, ഏഴാമത്തെ പ്രാവശ്യം നിങ്ങൾ ചുറ്റും the wall നടക്കുമ്പോൾ will fall. അവിടെ ആ മതിൽ ഇടിഞ്ഞു വീഴും. You can go in നിങ്ങൾ നേരെ കടന്നെല്ലാം and take whatever you want. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം പിടിച്ചെടുക്കുക. Or kill whatever you want. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം എടുത്തോ. The land is yours. ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്. So here is what not to do. ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ? Some people, ചില വ്യക്തികൾ always praying, fasting, fasting. എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. So walking around it. ഇതിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. And one day what happened? ഒരു ദിവസം എന്ത് പറ്റി? Boom, wall is fallen. പെട്ടെന്ന് മതിൽ വീണു. Then what happened? അപ്പോൾ എന്ത് സംഭവിച്ചു? Where is the sword? വാളെവിടെ? Don't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. Hallelujah. Hallelujah. Let me tell especially people, children preparing for exams. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന യുവാക്കളോട് ഞാൻ പറയട്ടെ. Especially youth trying for the next യുവാക്കളോട് ഞാൻ പറയട്ടെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, trying for the next promotion. അടുത്ത പ്രൊമോഷൻ വേണ്ടി ഒരുങ്ങുന്നവർക്ക് prayer and praise alone is not enough. പ്രാർത്ഥനയും ഉപവാസവും മാത്രം പോരാ. What do you have to do? നിങ്ങൾ എന്ത് ചെയ്യണം? I have to hear. എനിക്കത് കേൾക്കണം. ഉറച്ചു പറയുക. There is no wrong answer. തെറ്റായ ഒരു മറുപടി, ഒരു ഉത്തരവുമില്ല. നിങ്ങൾ പറയാം. Work hard. Work hard. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. A lot of people used to work hard before coming to Christ. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് അനേക വ്യക്തികൾ അവിടെ കഠിനാധ്വാനം ചെയ്ത വ്യക്തികളുണ്ട്. Because that was the only way. അത് മാത്രമാണ് കാര്യം. Now church came. Now God came. കർത്താവ്, God and church and praise and prayer came. ഇപ്പോഴാണെങ്കിൽ ദൈവവും സഭയും എല്ലാം വന്നിട്ടുണ്ട്. Goes and sleeps at night. Why? രാത്രി ആവുമ്പോൾ ഉറങ്ങാൻ പോവും. Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, for his righteous will come in the sleep. For the righteous will come in the sleep. എല്ലാ നീതിമാന്മാരും നിങ്ങൾക്ക് കർത്താവ് ഉറക്കത്തിൽ അവർക്ക് നന്മ കൊടുക്കുന്നു. I didn't expect him to know that verse. He's a very hard worker. Amen. Praise the Lord. Hallelujah. So what do you have to do? നിങ്ങൾ എന്ത് ചെയ്യണം? In order to capture Jericho, യെരിഹോ പിടിച്ചടക്കാൻ വേണ്ടി hard work is needed. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. I used to have a sticker in my room back when I was a kid. ഞാനൊരു പൈതലായിരുന്ന സമയത്ത് എൻ്റെ മുറിയിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ മതിലിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. Hard work is the passport to success. നിങ്ങളുടെ വിജയത്തിനുള്ള ചവിട്ടുപടിയാണ് നിങ്ങൾ കഠിനാധ്വാനം. You have to work hard, child of God. ദൈവപൈതലേ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. Look at Paul. പൗലോസിനെ നോക്കുക. He didn't even sit down. അവൻ ഒരിക്കലും താൻ അടങ്ങി ഇരുന്നിട്ടില്ല. He was running around. എപ്പോഴും ഓടി നടക്കുകയായിരുന്നു. Look at Jesus. യേശുവിനെ നോക്കുക. Hallelujah. When I talk about Jesus, let me tell you one thing. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. Today is question answer session. ഇപ്പോൾ Water. Yeah, no problem. Take your time. So it's a question answer session. ഇപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും Since we ഉള്ള don't have time സെഷനാണ്. to get your questions, I'm going to preempt your questions and give you answers. ഓക്കെ, ചോദ്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഉത്തരം നമുക്ക് One ലഭിക്കുന്നു. of the thing that many people tell me is I don't have time to pray.
പലരും പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നാണ്. Morning is so busy. കാലത്ത് ഞാൻ വളരെ തിരക്കുള്ളതാണ്. So many things going into the mind. പല പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ കൂടെ I ഓടിക്കൊണ്ടിരിക്കുകയാണ്. want to be like Daniel, but I cannot. എനിക്ക് ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, പക്ഷെ എനിക്ക് സമയമില്ല. If you ask Jesus, യേശുവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ he will tell the same thing. യേശു അങ്ങനെ തന്നെ പറയുമോ? He was going to weddings, funerals, healing people. യേശു കല്യാണത്തിന് പോകുന്നു, പല വീടുകളിൽ പോകുന്നു, സൗഖ്യമാക്കാൻ പോകുന്നു, വിടുവിക്കാൻ പോകുന്നു. എപ്പോഴും തിരക്കായിരുന്നു യേശുവിന്. Where did you find time to pray? എപ്പോഴാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയത്? How did Jesus find time to pray? കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി? What did he sacrifice for prayer? അതിനുവേണ്ടി താൻ എന്താണ് സാക്രിഫൈസ് ചെയ്തത്? That's it. That's the answer. അതാണ് ഉത്തരം. How do you, if you don't have time to pray, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ when do you pray? എപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും? What do you compromise? എന്ത് കാര്യം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും? Sleep. നിങ്ങളുടെ ഉറക്കത്തെ That's what കോംപ്രമൈസ് Jesus ചെയ്യും. did. അതാണ് കർത്താവ് He ചെയ്തത്. was very busy during the morning. പകൽ സമയങ്ങളിലെല്ലാം താൻ വളരെ ബിസി ആയിരുന്നു. Doing like Daniel is always a great thing. ദാനിയേൽ ചെയ്ത കാര്യമോ അത് വലിയ കാര്യം. Now, I'll be very honest with you. I don't have time, to pray for 1 hour during the morning. രാവിലെ സമയം എനിക്ക് 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. Because I have to run around too many things and my mind is not clear at rest. ആ സമയത്ത് എനിക്ക് അനേക കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്, മനസ്സ് ഏകാഗ്രമാക്കുവാൻ സാധ്യമല്ല. But what do I do? What do I compromise? ഞാൻ എന്ത് ചെയ്യും? എന്ത് കാര്യമാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത്? You usually sleep 6 hours. 6 മണിക്കൂർ ഞാൻ ഉറങ്ങും. By the way, nobody should sleep more than 6 hours. 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന നിങ്ങൾ എത്ര പേരുണ്ട്? No youngster after I don't know what age. ഒരു യുവാവ് പോലും After 10th grade or maybe 9th grade, not more than 6 hours. 9ാമത്തെ ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരും 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത്. What did Jesus do? യേശു എന്താ ചെയ്തത്? Sacrifice his sleep. തന്റെ ഉറക്കത്തെ താൻ സാക്രിഫൈസ് ചെയ്തു. After everything was done, after feeding the 5,000, after preaching, he used to go to the mountain and pray. 5000 പേരെ അവിടെ ഭക്ഷണം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം താൻ പ്രാർത്ഥിക്കാനായിട്ട് രാത്രി മലയിലേക്ക് കടന്നുപോയി. Sometimes he doesn't get time at night. Then what happens? ചില സമയങ്ങളിൽ രാത്രി സമയം കിട്ടാതെ വരുമ്പോൾ What is the other time Jesus prayed? മറ്റ് ഏത് സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റും? Early in the morning. അതിരാവിലെ. Because night was too late. He couldn't find time. പക്ഷേ രാത്രി ഒരുപാട് പോയത് കൊണ്ട് സമയം കിട്ടിയിട്ടുണ്ടാകില്ല ഉറങ്ങുന്നതിന് മുമ്പ്. So I hope nobody comes to me and tell me again that you don't have time to pray. അതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് ആര് കടന്നു വന്നവർ പറയരുത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയം ലഭിച്ചില്ല. If you tell me that, my next question will be, how many hours do you sleep? ആ ഒരു കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ചോദിക്കും. Hallelujah. So Jericho. Hallelujah. Praise God. Praise God. There are some other type of people. അതിൽ ചില വ്യക്തികളുണ്ട് Working hard, studying, always tensed, always busy, working hard. എപ്പോഴും കഠിനാധ്വാനം, എപ്പോഴും പഠിത്തം, എപ്പോഴും കഠിനാധ്വാനം, വീണ്ടും വായിക്കുക, പഠിക്കുക. Won't come to church. സഭയിലേക്ക് വരാൻ പോലും സമയമില്ല. Won't read the Bible. ബൈബിൾ വായിക്കാൻ സമയമില്ല. No time to pray. അവിടെ പ്രാർത്ഥനയുമില്ല. Why? എന്തുകൊണ്ട്? Hard work. എപ്പോഴും അധ്വാനം. Making money, reading books, and preparing for this, preparing for that. പൈസ ഉണ്ടാക്കുക, അതിനുശേഷം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് സമയമെടുക്കുക, എല്ലാം. Child of God. ദൈവപൈതലേ, You can do that. നിങ്ങൾക്കത് ചെയ്യാം. But you'll have to climb the wall. പക്ഷെ നിങ്ങൾ ആ മതിൽ കയറേണ്ടി വരും. You have to climb the wall. ആ മതിൽ കയറേണ്ടി വരും. Get inside. എന്നിട്ട് ഉള്ളിൽ പ്രവേശിക്കേണ്ടി വരും. It's troublesome. വളരെ ബുദ്ധിമുട്ടുള്ള God കാര്യമാണ്. has given you an easy way. വളരെ എളുപ്പമുള്ള കാര്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. What is the easy way? ഏറ്റവും എളുപ്പ വഴി What is the easy way? എന്താണ്? First 6 days for him. 6 ദിവസം അവന് വേണ്ടി. First 7 things for him. 7 കാര്യങ്ങൾ അവന് വേണ്ടി. First priority to obey him. ഒന്നാമത്തെ കാര്യം അവനെ അനുസരിക്കുക. Because what is the right sequence? ഏതാണ് അതിന്റെ സീക്വൻസ്? Praise and prayer. അവിടെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും. Then what happens? എന്നിട്ട് എന്ത് സംഭവിക്കും? What happens to the wall? ആ മതിൽ എന്ത് സംഭവിക്കും? Collapses. അത് മതിൽ ഇടിഞ്ഞു വീഴും. Then you go in. എന്നിട്ട് നിങ്ങൾ മുമ്പിൽ പോവുക. Everything you studied. നിങ്ങൾ പഠിച്ചതെല്ലാം, everything you prepared. നിങ്ങൾ ഒരുക്കിയതെല്ലാം. And loot the place. എന്നിട്ട് അവിടെ കൊടുക്കുക. Hallelujah. Hallelujah. Both are wrong. രണ്ടും തെറ്റാ. Both are wrong. രണ്ടും തെറ്റാണ്. I don't have time, so I'm going very fast. ഞാൻ പെട്ടെന്ന് കടന്നു പോട്ടെ. Learnings from Jericho. ജെരിഹോയിൽ നിന്ന് പഠിക്കുന്നത്, before the looting happened, അതിനു മുമ്പ് കൊള്ളയിടുന്നതിന് മുമ്പായി how many times did how many days did they spend? അവർ എത്ര ദിവസങ്ങൾ അവർ ചെലവിട്ടു? 6 days. 6 ദിവസം. Each day, ഓരോ ദിവസവും one time. ഒരു പ്രാവശ്യം. Cramming the last night of the exam. പരീക്ഷയുടെ തലേ ദിവസം വ്യാകുലപ്പെടുന്നത്. How many of you do that? എത്ര പേർ അത് ചെയ്യുന്നു? Some people are very proud when they say that. I don't have to study ahead. I'll cram the night.
I won't sleep. ചിലർ പറയും എനിക്ക് അങ്ങനെയൊന്നും എല്ലാ ദിവസവും പഠിക്കേണ്ട ആവശ്യമില്ല, പരീക്ഷയുടെ തലേ ദിവസം രാത്രി ഞാൻ ഒറ്റ ഇരിപ്പങ്ങിരിക്കും. You will lose the promise. നിങ്ങൾക്ക് വാഗ്ദത്തം നഷ്ടമാവും. God, biblical principle is ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ, you don't have to do 7 times. 7 ദിവസം നിങ്ങൾ At least 7 one. പ്രാവശ്യം ചെയ്യണം. It's very practical. വളരെ പ്രായോഗികമായ കാര്യമാണ്. There is something called revision. റിവിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. You know, many people, many kids, I ask them, do you revise? So you say, what is revision? ചില യുവാക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ റിവൈസ് ചെയ്യാറുണ്ടോ? അവർ ചോദിക്കും എന്താണ് ഈ റിവിഷൻ? You know, very practical. വളരെ പ്രായോഗികമായ കാര്യം. Little bit daily. എല്ലാ ദിവസവും അല്പം അല്പമായി. There is no pride in cramming the night before. I've done it and it's useless, I'll tell you. ഞാനത് ചെയ്തിട്ടുണ്ട്. പരീക്ഷയുടെ തലേദിവസം രാത്രി അവിടെ കഠിനാധ്വാനം ചെയ്ത് അങ്ങ് പഠിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. You will memorize many things and you will not be able to perform when it comes to practical things. അത് പ്രായോഗിക തലത്തിലേക്ക് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. തലേദിവസം നിങ്ങൾ ഈ പ്രവർത്തിക്കും. So all the students tell me, so what do you have to do? യുവാക്കൾ പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? What is the technique to study? പഠിക്കാനുള്ള ആ ടെക്നിക്ക് എന്താണ്? അതിന്റെ ടെക്നിക്ക് എന്താണ്? നിങ്ങൾ തന്നെ പറയുക. Study every day. സ്റ്റഡി, എല്ലാ ദിവസവും Day പഠിക്കുക. before the exam? Revise. എല്ലാ ദിവസവും പഠിക്കുക. പരീക്ഷയുടെ തലേനാൾ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. He's not even looking at my face. ചിലർ എന്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. Hallelujah. These are practical principles, child of God. ഇതെല്ലാം പ്രായോഗിക തലത്തിൽ നിങ്ങൾ ചെയ്യേണ്ട To be കാര്യമാണ്. successful, നിങ്ങൾക്ക് വിജയം to പ്രാപിക്കണമെങ്കിൽ, loot the place. ആ കൊള്ളയടിക്കണമെങ്കിൽ, You know, we don't have time, otherwise we could dwell in this for a long time. നമുക്ക് സമയം കടന്നു Then പോകുന്നു. God told them one thing. ദൈവം അവരോടൊരു കാര്യം പറഞ്ഞു. When you go in നിങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ and loot it, അതെല്ലാം കൊള്ളയടിക്കുക. spare one person. What's his name? What's her അതിൽ name? ഒരു വ്യക്തി മാത്രം നിങ്ങൾ അവിടെ വിട്ടുകളയണം. Rahab. രാഹാബ്. Hallelujah. You Hallelujah. can preach an hour on that. Don't kill Rahab. രാഹാബിനെ നിങ്ങൾ കൊല്ലരുത്. Why should you not kill Rahab? എന്തുകൊണ്ട് നിങ്ങൾ രാഹാബിനെ കൊല്ലരുത്? Who knows the answer? Why should you അതിന് not kill ഉത്തരം Rahab? നിങ്ങൾക്ക് ആർക്കറിയാം? Who came from Rahab? Who came from Rahab? രാഹാബിൽ നിന്ന് വന്നത് ആരാണ്? Jesus came from യേശു Rahab. ക്രിസ്തു. Don't kill Rahab. രാഹാബിനെ കൊല്ലരുത്. Because that is the way to God's plan to redeem you and everybody else. നിങ്ങളെയും ബാക്കിയുള്ളവരെ എല്ലാം വീണ്ടെടുക്കുവാനായിട്ടുള്ള വഴി ഉണ്ടായത് രാഹാബിലിന്റെ ആ തലമുറയിൽ നിന്നാണ് വന്നത്. Every pivotal point in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വഴിത്തിരിവുകളും, Which degree to pursue? ഏത് ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കുന്നത്, Which job to pursue? ഏത് ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കണം, Which school to join? ഏത് സ്കൂളിൽ നിങ്ങൾ പ്രവേശിക്കണം, You have to seek the will of God. ദൈവത്തിന്റെ ഹിതം നിങ്ങൾ ചോദിക്കണം. Because if you kill Rahab, രാഹാബിനെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ what's the point? എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്? You will have to get specific instruction from God, ഓരോ നിമിഷവും ദൈവത്തിൽ നിന്നുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ലഭിക്കണം. including for your marriage. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും. It's coming. I don't know if you'll have time to get there. സമയം ഒരുപാട് വേണം, പക്ഷേ എനിക്ക് പെട്ടെന്ന് കടന്നു Let പോകണം. me tell you one more. There are 7 things, but let me tell you one more thing. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. 7 കാര്യം ഉണ്ടായിരുന്നു. Then God says, ദൈവം പറയുമ്പോൾ, after you win, നിങ്ങൾ ജയിച്ചതിന് ശേഷം, after you loot, നിങ്ങൾ കൊള്ളയടിച്ചതിന് ശേഷം, take all the bronze and the gold അവിടെയുള്ള എല്ലാ വെള്ളിയും പൊന്നും എല്ലാം എടുക്കുക, and bring it to my treasury. എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. It wasn't 10%. അത് 10% Take all of it. എല്ലാം എടുക്കുക, Bring it to my treasury. എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. Why? എന്തുകൊണ്ട്? Because this is the first of the many miracles that's going to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളിൽ ഒന്നാമത്തതും പ്രാരംഭമായി നടക്കുന്ന There are അത്ഭുതമാണ്. many Jerichos to conquer. നിങ്ങൾക്ക് അനേക എരിഹോ ഇതുപോലെ പിടിച്ചെടുക്കാനുണ്ട്. The sad thing is, ഏറ്റവും ദുഃഖകരമായ കാര്യം, they will do everything right, എല്ലാം നല്ലത് ചെയ്യും, all right, എല്ലാം നല്ലത്. but after they get into Jericho, അവിടെ ഗെരിഹോയിൽ പ്രവേശിച്ചതിന് ശേഷം all the bronze and the gold for, അതിന് ആ സ്വർണവും ആ പൊന്നും വെള്ളിയും എല്ലാം, me, myself and Irene, there was a movie like that. Me, my father, my mother, my house. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിലുള്ളവരും. Hallelujah. What is the problem? എന്താ പ്രശ്നം? One Jericho may happen, ഒരു എരിഹോ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. but
200 lap has many Jerichos. ഈ 200 ലാപ്പിനുള്ളിൽ അനേക ജെരീഹോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. Be thankful for Jesus. ദൈവത്തിന് That's നന്ദിയുള്ളവരായിരിക്കുക. when I ask you to say Jesus, you should be say Jesus. അതുകൊണ്ടാണ് യേശുവേ എന്ന് പറയുമ്പോൾ യേശുവേ എന്ന് നിങ്ങൾ പറയണം. We are thanking Jesus. Without him we are nothing. യേശുവില്ലാതെ നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ പാഴ്ശൂന്യമാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. We don't have time. It's very interesting, but we are moving very fast. നമ്മൾ വളരെ തിടുക്കത്തിൽ കടന്നു പോവുകയാണ്. First D of 5 Ds. 5 ഡിയിൽ ആദ്യത്തെ ഡി, Second D. രണ്ടാമത്തെ ഡി. Let's read Matthew chapter 4. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം. We'll stop in 15 minutes. 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തിയേക്കാം. Verse 5 and 6. 5-6 വാക്യങ്ങൾ. 6, 7. I'm sorry, 5, 6. 5-6 വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. Amen. ആമേൻ. Second D. രണ്ടാമത്തെ How many of ഡി. you want to hear the second D? രണ്ടാമത്തെ ഡി നിങ്ങൾ എത്ര പേർക്ക് കേൾക്കണം? Dare. ഡെയർ. I don't know what the Malayalam is. How many of you have played Truth and Dare? Have you played Truth and നിങ്ങൾ Dare? എത്ര പേര് കളിച്ചിട്ടുണ്ട് ട്രൂത്ത് ആൻഡ് ഡെയർ എന്ന ഗെയിം? My kids play Truth and Dare. So this is another distraction that will trip many people. ഇതാണ് അനേകരുടെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം. No, they will not get to the finishing point because of this. ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. What is this distraction? എന്താണ് നിങ്ങളെ Let me simplify what the devil said. സാത്താൻ പറയുന്ന ഒരു കാര്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. Show me. എന്നെ കാണിക്കുക. You know, dare. നിങ്ങൾക്ക് You know, another format of this question is, അതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, the earth revolves around the sun, but the Bible says earth was created before the sun. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കാണുന്നു ആ സൂര്യന്റെ ചുറ്റുമാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. The Bible is wrong. ബൈബിൾ തെറ്റാണോ? Another question I hear all the time. പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യം, The first sediments of Homo sapiens, which is supposed to be the human race, there is scientific proof 300,000 years old. It's from Morocco. They have dug it up from Morocco. മൊറോക്കോയിൽ 3000 വർഷം പഴക്കമുള്ളതാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കാണുന്നത്. Bible says only 5,000 years. പക്ഷെ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 5000 വർഷത്തിന് മാത്രമേ കാണുന്നുള്ളൂ. Another thing it's very interesting. Another question I've heard is, മറ്റൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളത്, we don't have time. In 1 Kings chapter 7:23, there is a dimension of Solomon's basin. 1 രാജാക്കന്മാർ അതിന്റെ 17-ാം അധ്യായത്തിൽ അവിടെ കാണുന്നു. It says 10 cubits brim to brim diameter, 10 cubits diameter. അവിടെ അതിന്റെ ഡയമീറ്റർ 10 മുഴം, 30 cubits circumference. അതിന്റെ 30 മുഴം അതിന്റെ ചുറ്റുമുണ്ടായിരുന്നു. So if you calculate that, അത് വെച്ച് നിങ്ങൾ കണക്കുകൂട്ടുകയാണെങ്കിൽ what is the circumference? അതിനുള്ള ചുറ്റും എത്ര What is നീളമുണ്ടാവും? formula for circumference of a circle? ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്ര വരും? 2 pi r. 2 pi r. That is 2 pi r in mathematics. He's an advocate, so we can forgive him. 2 pi r. If you compute pi, it is only 3, not 3.14. അത് 3.14 അല്ല, അത് 3 ആണ് ആ പൈയുടെ വാല്യൂ. So what is it? Bible is wrong. ബൈബിൾ തെറ്റാണോ? Contradictions in the Bible. ബൈബിളിൽ എല്ലാം തെറ്റായ കാര്യങ്ങളുണ്ട്. Hallelujah. That's what devil told Jesus. അതാണ് യേശുവിന്റെ അടുക്ക സാത്താൻ പോലും പറഞ്ഞത്. Jump. If this is true, you should be okay. നീ എടുത്ത് ചാടുക ഇതിന്റെ മുകളിൽ നിന്ന്, ഇത് സത്യമാണെങ്കിൽ. Give me an answer. Dare God. ആ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക. What did Jesus say? എന്താണ് കർത്താവ് പറഞ്ഞത്? Let's say very, very quickly. Jesus said, Matthew 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 6ാമത്തെ വാക്യം. 4:6. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. Amen. ആമേൻ. You know, this verse is from Deuteronomy. This reply Jesus gave is from Deuteronomy. Deuteronomyയിൽ നിന്നാണ് കർത്താവ് ഇതിനുള്ള ഉത്തരം മറുപടി കൊടുത്തത്. You can read it later. 17:7 Deuteronomy. 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. Israelites are by the asking for water.
അവിടെ ഇസ്രായേൽ മക്കൾ അവിടെ വെള്ളത്തിന് വേണ്ടി And we ചോദിക്കുകയാണ്. all know the story of Meribah. A rock was hit and the water came. നിങ്ങൾക്ക് അറിയാം, അവിടെ പാറ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. And the verse is the verse written there is like this. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇപ്രകാരമാണ്: Do not test God's patience. ദൈവത്തിന്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. You're not going to like this answer. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമോ? You will come to me with so many contradictions. നിങ്ങളുടെ എന്റെ മുമ്പാകെ അനേക കോൺട്രഡിക്ഷനുമായിട്ട് കടന്നു വരുന്നു. What is my answer to you? നിങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? Same answer Jesus gave. യേശു കൊടുത്ത അതേ ഉത്തരം തന്നെയാണ്. What is it? അതെന്താണ്? Do not test God's patience. What is that? ദൈവത്തിന്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. You know, all the parents know what I'm talking about. എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. You know, my son sometimes come to me and says, ചില സമയം എന്റെ മകൻ കടന്നു വന്നിട്ട് പറയും, I want to play the video game the whole night. I want to play video game the whole night. എനിക്ക് രാത്രി മുഴുവൻ എനിക്ക് വീഡിയോ ഗെയിം കളിക്കണം. Tell me what is going to happen. എന്താ സംഭവിക്കാൻ പോകുന്നത്? I don't want to eat any vegetables. I don't want to eat any vegetables. എനിക്ക് പച്ചക്കറി ഒന്നും കഴിക്കണ്ട. Tell me what is going to happen. എന്ത് സംഭവിക്കും? I don't want to wash my hands before eating food. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് കൈ കഴുകണ്ട. I did it yesterday, nothing happened. ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. Why should I wash my hands? ഞാൻ എന്തിനാ എന്റെ കൈ കഴുകണം? What do you guys reply? Do you sit down and explain everything? നിങ്ങൾ എന്ത് മറുപടി പറയും? You know, when you wash your hands, the microbes are gone. There are 5 types of microbes. ഞാൻ എന്റെ കൈ This will cause this disease, that will cause this disease. That's why you have to wash your hands. Do you do that? How many parents do that? എത്ര മാതാപിതാക്കൾ പറയും, നിങ്ങൾ കൈ കഴിയില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മൈക്രോ ബാക്ടീരിയ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ പറ്റും, അതുകൊണ്ട് നീ കൈ കഴുകണം എന്നൊക്കെ നിങ്ങൾ പറയുമോ? This is the science of sleeping. You need to sleep this many hours. That's how your brain is formed. How many of you do that? നിങ്ങൾ എത്ര പേര് പറയും, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്റെ തലച്ചോറിനെല്ലാം അതിൻ്റെ അകത്ത് ഉറങ്ങേണ്ട അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് നീ ഇത്ര മണിക്കൂർ ഉറങ്ങണമൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? Some of you will be noble parents, but I'll tell you what I do. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. I said you have to wash your hands because I said so. ഞാൻ പറഞ്ഞതുകൊണ്ട് നീ കൈ കഴുകണം എന്നാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. You cannot sit awake at night because I said so. You have to sleep after 10 o'clock. 10 മണി കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കോണം, ഞാൻ പറഞ്ഞു അതുകൊണ്ട് നീ ഉറങ്ങിക്കോണം എന്ന് ഞാൻ പറയും. So what is the answer for all these contradictions? ഈ ഇപ്രകാരമുള്ള കോൺട്രഡിക്ഷൻസിനെല്ലാം ഉത്തരം എന്താണ്? ബൈബിൾ says. But God doesn't have to explain everything for you. നിങ്ങൾക്ക് ദൈവം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. Who said Genesis was the beginning of God? There was many things before that. ഈ ഉൽപ്പത്തി പുസ്തകമാണ് അതിന്റെ ആരംഭമെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? അതിന് മുമ്പേ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. There could even be humans before the earth was void. അവിടെ ഭൂമി പാഴും ശൂന്യമായി കിടക്കുന്നതിന് മുമ്പായിട്ട് മനുഷ്യനുണ്ടായിരുന്നോ? Even if God explains to you, നിങ്ങൾക്ക് എല്ലാം ദൈവം വ്യാഖ്യാനിച്ച് തന്നാലും, my wife is a medical doctor. If he explains all the diseases to my son, what's going to happen if you don't wash me? He's not going to understand. എൻ്റെ ഭാര്യ മെഡിക്കൽ ഡോക്ടറാണ്, എൻ്റെ മകനോട് ഈ കൈ കഴുകേണ്ട കാര്യത്തെക്കുറിച്ചെല്ലാം വളരെ മെഡിക്കൽ ഫീൽഡിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ വല്ല മനസ്സിലാവുമോ എൻ്റെ പൈതലിന്? So what is the answer for the contradictions? ഈ കോൺട്രഡിക്ഷൻസിനെല്ലാം ഉത്തരം എന്താണ്? Because he said so. ദൈവം പറഞ്ഞതുകൊണ്ട്. God doesn't have to explain everything for you. എല്ലാ കാര്യങ്ങളും ദൈവം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല. That is why I started this by saying between the rays there is a sandwich. അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് സാൻഡ്വിച്ചിന്റെ മുകളിലും താഴെയുള്ള കാര്യത്തെക്കുറിച്ച്. What is the top bread? ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റിൽ എന്താണ്? Faith. വിശ്വാസം. What is the meaning of faith? വിശ്വാസം എന്ന് പറഞ്ഞാൽ believe without seeing. നിങ്ങൾ കാണാതെ വിശ്വസിക്കുക. Hallelujah. Dare. അതിനുശേഷം നിങ്ങൾക്കൊരു ധൈര്യത്തിന്റെ ചൂട് വെക്കണം. So what is the first D? ആദ്യത്തെ ഡി എന്താണ്? Daily needs. What's the second D? രണ്ടാമത്തെ ഡി ഡെയർ. Dare. Hallelujah. ധൈര്യത്തോടുകൂടിയുള്ള ചുവടുവെപ്പ്. Who wants to hear the third D? മൂന്നാമത്തെ ഡി നിങ്ങൾക്ക് ആർക്ക് കാണണം? I have 3 more D's to go. പെട്ടെന്ന് 3 ഡിയും കൂടി ഉണ്ട്. Before Suresh and there's a D on me. I'm just kidding. 3 more D's to go. 3 ഡിയും കൂടി ഉണ്ട്. What is the next D? നെക്സ്റ്റ് ഡി. Let's read Matthew 4. മത്തായിയുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 7 and 8. 7-8 വാക്യങ്ങൾ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. Amen. Now, if you didn't like my second answer,
അതിന്റെ രണ്ടാമത്തെ ഉത്തരം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ you're going to hate my third answer. മൂന്നാമത്തെ എൻ്റെ ഉത്തരം നിങ്ങൾ വെറുക്കും. This D is not going to be, good. ഈ ഡി അത്ര നല്ലതല്ല. Hallelujah. Desire. ആഗ്രഹം, ഡി. Daily needs. നിങ്ങൾക്ക് ഉള്ള ഓരോ ദിവസത്തെ ആവശ്യം. Dares. രണ്ടാമത്തെ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ചുവടുവെപ്പ്. Desire. നിങ്ങളുടെ ആഗ്രഹം. What is the answer to desire? നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ചുള്ള ഉത്തരം എന്താണ്? You can desire many things. പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. What is God's answer? ദൈവത്തിന്റെ ഉത്തരം എന്താണ്? To some of your desires. നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഉത്തരം എന്തായിരിക്കും? No. വേണ്ട. No negotiation. അതിൻ്റെ അകത്ത് ഒരു നെഗോസിയേഷനും ഇല്ല. Dare was no explanation. ആ ഡെയർ എന്നുള്ള വാക്കിന് അതിന് വിശദീകരണം ആവശ്യമില്ല. This D is no negotiation. ഇതിന്റെ അകത്ത് യാതൊരു നെഗോസിയേഷനും ഇല്ലാത്ത കാര്യമാണ്. No negotiation. ഇതിന്റെ അകത്ത് യാതൊരു നെഗോസിയേഷനും ഇല്ല. In the interest of time, let me go very quickly. പെട്ടെന്ന് കടന്നു പോട്ടെ. Marriage. വിവാഹം. Hallelujah. Hallelujah. How many of you are unmarried in this room? Everybody is married? ഇവിടെ വിവാഹം കഴിക്കാത്ത എത്ര പേരുണ്ട്? It's nothing to be ashamed of. ഇതിനെക്കുറിച്ച് നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല. You will get your chance. നിങ്ങൾക്ക് അവസരം കിട്ടും. Hallelujah. Praise God. Praise God. Most of you are unmarried. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികളും വിവാഹിതരല്ല. I want you to listen carefully. I know you're hungry. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാം നിങ്ങൾ വിശന്നിരിക്കുകയാണ്. The Holy Spirit wants to clear some confusions. ചില കൺഫ്യൂഷൻ എല്ലാം പരിശുദ്ധാത്മാവിന് മാറ്റാനുണ്ട്. Holy Spirit wants to give you some directions. ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുവാനുണ്ട് പരിശുദ്ധാത്മാവിന്. I'm going to talk about marriage, falling in love and dating. എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത് വിവാഹത്തെക്കുറിച്ചും ഡേറ്റിങ്ങിനെ കുറിച്ചും സ്നേഹത്തിലാകുന്നതിനെ കുറിച്ചുമാണ്. Now I see some ears perking. Very good. ചില ചെവികളെല്ലാം കൂർത്തിരിക്കുന്നത് എനിക്കിപ്പോൾ കാണാം. Hallelujah. Hallelujah. Let's read a verse. വാക്യം നമുക്ക് നോക്കാം. 2 Corinthians 6:14. 2 കൊരിന്ത്യൻസ് 6-14 വാക്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. Read the last verse of that chapter. Last verse. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ Last verse of that chapter. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Hallelujah. You're not going to like it. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. With respect to marriage, വിവാഹത്തെ സംബന്ധിച്ച് very clear instruction. വളരെ ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ. Do not yoke yourself. നിങ്ങളെ തന്നെ നിങ്ങൾ അപ്രകാരം ഇണയില്ല ഇത് ചേർന്ന് Do പോകരുത്. not yoke yourself with an unbeliever. അവിശ്വാസമായിട്ട് കൂടരുത്. It's a territory you don't want to cross. ടെറിട്ടറിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. The people come to me and said, if I don't marry, how will he get saved? Sorry? If I don't marry that person, how will that person get saved? ഞാൻ ആ വ്യക്തി വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ രക്ഷിക്കപ്പെടും? And I'm marrying as a favor. ഞാൻ ഒരു ഉപകാരം ചെയ്യാണ് ആ വ്യക്തിക്ക്. To get saved, you don't have to get married. ആ വ്യക്തി വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. You just preach the gospel. നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചാൽ മാത്രം മതി. Do not get yoked. നിങ്ങൾ അപ്രകാരം യോക്ക് ചെയ്യപ്പെടരുത്. This is one place where Satan will yoke you so that you will not cross the finish line. നിങ്ങൾ ആ അത്യന്ത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി മുടക്കുവാൻ വേണ്ടി സാത്താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. When that desire come, what is the answer? ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉത്തരം? Declare by faith. വിശ്വാസം കൊണ്ട് പ്രഖ്യാപിക്കുക. What is the answer? എന്താണ് ഉത്തരം? No negotiation. ആ ഒരു കാര്യത്തിൽ ഒരു നെഗോസിയേഷനും ഇല്ല. I'll tell you why. Read that last answer one more time. അതിന്റെ അവസാനത്തെ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Next verse. You keep missing that verse. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Why is this a problem? Who is your father? ആരാണ് നിങ്ങളുടെ പിതാവ്? Who is your father? ആരാണ് നിങ്ങളുടെ പിതാവ്? God. ദൈവം. If your earthly father will not allow, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ പിതാവ് സമ്മതിക്കുന്നില്ല എങ്കിൽ why do you think heavenly father will allow? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിലുള്ള ദൈവം അത് സംഭവിക്കുമെന്ന്? I'll repeat it. ഞാൻ വീണ്ടും അത് പറയാം. If your earthly father will not allow, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ പിതാവ് സമ്മതിക്കുന്നില്ല എങ്കിൽ why do you think the heavenly father will allow?
നിങ്ങളുടെ സ്വർഗ്ഗത്തിലുള്ള പിതാവ് സമ്മതിക്കുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു? We don't have time. Let me stop it there. ഞാൻ ഇവിടെ വെച്ച് നിർത്തട്ടെ. If you want to discuss more, you can come and ask me later. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. Dating, falling in love, സ്നേഹത്തിലാകുക, love marriage പ്രേമം വിവാഹം versus arranged marriage. നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടുള്ള വിവാഹം. Everybody is attentive now. എല്ലാവരും ഇപ്പോൾ ഡിമ്മായി. Hallelujah. Hallelujah. Not dim, they're all attentive, listening, waiting to listen what I'm going to say. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. Child of God, ദൈവവേദലേ, I'm not for or against love marriage. സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ എതിരുമല്ല, സമ്മതിക്കുകയുമല്ല. I cannot be, because my father and mother who had love marriage. എന്റെ പിതാവും മാതാവും അവർ സ്നേഹിച്ചാണ് അവർ കല്യാണം I കഴിച്ചത്. had an arranged marriage. എന്റെ വിവാഹം ഒരുക്കി അറേഞ്ച് ചെയ്ത മാരേജ് ആണ്. But let me just give you one warning. ഞാൻ ഒരു വാണിംഗ് മാത്രം We need നൽകട്ടെ. to read this. Go back to Genesis. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നുപോയി നമുക്ക് ചിന്തിക്കാം. Genesis chapter 3. 3-ാം അധ്യായം. Eight. 3:8. 8-ാമത്തെ വാക്യം. Oh, sorry. Sorry, 6. 6-ാമത്തെ വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. Hallelujah. So this happened before sin. പാപം വരുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. Again, this is just a warning. ഇത് നിങ്ങൾക്കൊരു വാണിംഗ് I'm മാത്രമാണ്. not for or against love marriage. ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിന് ഞാൻ അനുകൂലമോ പ്രതികൂലമോ അല്ല. What happened to Eve? ഹൗവായ്ക്ക് എന്താ പറ്റിയത്? 3 things. 3 കാര്യങ്ങൾ. When she saw a nice fruit, അവിടെ നല്ല ഫലം താൻ കണ്ടപ്പോൾ first thing she decided, ആദ്യത്തെ കാര്യം താൻ തീരുമാനിച്ചത് good for food. അത് ഭക്ഷിക്കാൻ നല്ലത്. I'm giving a warning. ഞാനൊരു വാഗ്ദത്തം തരികയാണ്. When you make a choice in flesh, നിങ്ങളുടെ പ്രാകൃത ബുദ്ധിയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ you will see these 3 things manifesting. ഈ 3 കാര്യങ്ങൾ അവിടെ കടന്നുവെന്ന് നിങ്ങൾ കാണും. Good for food. ഭക്ഷിപ്പാൻ യോഗ്യം. Food, we eat food for when? നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? Do anybody eat food for next week? അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി ഇന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ? What do we eat for? Do eat നമ്മൾ food എന്തിനാ for ഭക്ഷണം കഴിക്കുന്നത്? now. ഇപ്പോഴത്തെ ആവശ്യത്തിന്. Short term thinking. അത് വളരെ പെട്ടെന്നുള്ള ഒരു ചിന്ത. When you pick your partner, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ watch out. ശ്രദ്ധിക്കുക. This will come to you. ഇത് നിങ്ങൾക്ക് വരും. This came to Eve even before sin came. പാപം വരുന്നതിന് മുമ്പ് ഹൗവായ്ക്ക് ഇത് സംഭവിച്ചതാണ്. Humans are built to think like that. മനുഷ്യരെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക ഇങ്ങനെ ചിന്തിക്കുവാനാണ്. പെട്ടെന്നുള്ളത്, immediate need. ഇപ്പോഴുള്ള ആവശ്യം. Who cares about all the repercussions? അതിനുശേഷം വരുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ആരാ ചിന്തിക്കുന്നത്? No, who cares about children and marriage and 2 families and house and all the long no, the human beings are built to think short term. പെട്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മക്കളുണ്ടാകുന്നത്, 2 കുടുംബങ്ങളാകുന്നതോ പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. What is the next one? Pleasing to the eye. കണ്ണിന് വളരെ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്. Another challenge. 2-ാമത്തെ കാര്യം, Another pit you may fall into. അടുത്ത കുഴിയിൽ വീഴാൻ സാധ്യതയുള്ള കാര്യം. Your selection may be based on this. നിങ്ങളുടെ തീരുമാനവും ചിലപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം. There is a word for it. അതിനൊരു വാക്കുണ്ട്. Not love but lust. സ്നേഹമല്ല, കാമ്യം. This happened to Eve before sin came. So how much more for us? ഇത് പാപം വരുന്നതിന് മുമ്പാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക. Desirable to gain wisdom. നിങ്ങൾക്ക് ജ്ഞാനം പ്രാപിപ്പാനുള്ളത്. It'll cover some of my mistakes, right? എൻ്റെ ചില തെറ്റുകളെല്ലാം ചിലപ്പോൾ ഇത് മൂടി വയ്ക്കാൻ സാധിക്കും. So we don't have time. നമുക്ക് സമയമില്ലല്ലോ. All I'm saying is, ഞാൻ പറയുന്നത് ഇത്ര മാത്രം. when you pick a partner, നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, love marriage or arranged marriage, അത് അറേഞ്ച് മാരേജ് ആണെങ്കിലും സ്നേഹവിവാഹമാണെങ്കിലും, I'm warning you ahead of time. ഞാൻ സമയത്തിന് മുമ്പാകെ നിങ്ങൾക്ക് വാണിംഗ് There is a chance you'll fall into this trap. ഈ കെണിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. That's why word of God says, we don't have time to read. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം ഇപ്രകാരം പറയുന്നത്. There is wisdom in counsel. നിങ്ങൾക്ക് ജ്ഞാനവും പ്രാപിപ്പാനും വിവേകവും പരിജ്ഞാനമുണ്ട്. With many counselors, plans get established. അനേക ബുദ്ധി ഉപദേശിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് നിങ്ങളുടെ പദ്ധതികളെല്ലാം രൂപപ്പെടുന്നത്. So if you cannot make your decision yourself, നിങ്ങൾക്ക് സ്വയമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല if you എങ്കിൽ, think this is because of short term thinking, because of lust or whatever reason,
കാമ്യമാണോ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ask somebody, മറ്റാരോടെങ്കിലും ചോദിക്കുക, talk to somebody. ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുക. Don't fall into a trap. പെട്ടെന്നൊരു കെണിയിൽ ചാടരുത്. If you yoke yourself, നിങ്ങൾ അപ്രകാരം നിങ്ങൾ ചേർന്ന് പോയാൽ you may lose your finishing നിങ്ങളുടെ point. അന്ത്യ ലക്ഷ്യത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എത്തുകയില്ല. Hallelujah. Dating. ഡേറ്റിംഗ് 1 Corinthians 6:18-20. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1 Corinthians 6:18-20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. And read Proverbs, you don't have time. Proverbs 4:23 first. Proverbs 4:23. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. Fast. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ Hallelujah. That's നിന്നല്ലോ enough. ആകുന്നത്. Guard your heart. നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. In Amplified Bible it says guard your emotions. നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ ചിന്തകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. You know, you heard sentences like love is blind. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പ്രേമം എന്ന് പറഞ്ഞാൽ കണ്ണുകളില്ല. You know what we just read is if you commit sexual immorality, അവിടെ നമ്മൾ വായിച്ചത് നിങ്ങൾ സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യുന്നുവെങ്കിൽ, I don't want to explain, we all know what that is. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വിശദീകരിക്കാണ്ട് തന്നെ. It is a sin against your body. നിങ്ങളുടെ ശരീരത്തിന് എതിരെയുള്ള പാപമാണ്. What happens if you have a scar in your body? നിങ്ങളുടെ ശരീരത്തിൽ എപ്രകാരം ഒരു മുറിപ്പാടുണ്ടെങ്കിൽ, You know, when I was 3 years old, I had a burn mark here. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇവിടെ പൊള്ളിയൊരു പാടുള്ളത്. It's still here. അതിപ്പോഴും ഉണ്ട്. Sexual immorality. അവിടെ സെക്ഷൽ ഇമ്മോറാലിറ്റി, Permanent scar. അത് സ്ഥിരമായിട്ടുള്ള ഒരു അടയാളമായിരിക്കും. You know, sin and all God will forgive, but it's a permanence. You will have to pay the price. നിങ്ങൾക്ക് അതിന് വില കൊടുക്കേണ്ടി വരും. I don't have time to explain that. Let me go. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോട്ടെ. Another question. രണ്ടാമത്തെ ചോദ്യം. Paul asked Timothy to drink wine. അവന്റെ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, നിങ്ങൾ വീഞ്ഞ് കുടിച്ചുകൊള്ളുക. A little bit drinking, what's the problem? എന്താ പ്രശ്നം? അല്പം സേവിക്കുന്നതുകൊണ്ട്. You know, some people come and tell me, that is how I become social. അങ്ങനെയല്ലേ നമ്മൾ സോഷ്യൽ മിംഗ്ലിംഗ് ഉണ്ടാകുന്നത്. You have told us connect and convert. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവരെ നിങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവരിക. This is how you connect. ഇങ്ങനെയാണ് ഞങ്ങൾ അവരുമായിട്ട് കണക്ട് ആവുന്നത്. Saying cheers. ചിയേഴ്സ് പറഞ്ഞിട്ട്. Hallelujah. Let me tell you, we are terribly out of time, dangerously out of time. Let me tell you what alcohol does to your brain. സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. Hallelujah. First thing alcohol does is, ഈ ആൽക്കഹോൾ കുടിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത്, it will inhibit your neurotransmitter. It's called GABA. Inhibit your neurotransmitter. അത് നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് ആദ്യം ബാധിക്കുന്നത്. It'll take out your decision making capability. നിങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള കഴിവ് ദൂരീകരിക്കുന്നു. It reduces your decision making capability. അതിന്റെ തീരുമാനം എടുക്കാനുള്ള കഴിവ് ചുരുക്കുന്നു. Second thing alcohol does is, രണ്ടാമത്തെ കാര്യം ആൽക്കഹോൾ, everything, alcohol, drugs, smoking, all of this. Second thing it does is, രണ്ടാമത്തെ കാര്യം ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതെല്ലാം it will increase dopamine. ഡോപ്പമിൻ വളരെ വർദ്ധിപ്പിക്കുന്നു. That is the one who gives pleasure. നിങ്ങളുടെ ഉള്ളത്തിൽ ഉത്തേജനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. Third thing alcohol does is, മൂന്നാമത്തെ കാര്യം ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്, inhibit hippocampus of the brain. ഹിപ്പോകാമ്പസ്, നിങ്ങളുടെ തലച്ചോറിലുള്ള മറ്റൊരു കാര്യം കൂടുതൽ ഉണ്ടാക്കുന്നു. Suppress memory and context. നിങ്ങൾക്കുള്ള ചിന്തിച്ച ഓർമ്മ വെക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിവ് നഷ്ടപ്പെടുന്നു. So imagine this. അതേക്കുറിച്ച് ചിന്തിക്കുക. A person with low decision making capability, ആ ഒരു വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ കഴിവ് കുറയുന്നു, low memory, ഓർമ്മിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല, high pleasure. തനിക്ക് അധികമായിട്ടുള്ള പ്ലഷർ ഉണ്ടാകുന്നു. What will the devil do with that person? ആ വ്യക്തിയുമായിട്ട് സാത്താൻ എന്ത് ചെയ്യും? You know, Paul says, you know, പൗലോസ് പറയാണ്, you have to put the armor of God ദൈവത്തിന്റെ എല്ലാ and constantly fight. എപ്പോഴും നിങ്ങൾ യുദ്ധം ചെയ്യണം. And here is another person, മറ്റൊരു വ്യക്തി cannot make decisions, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, no memory, no context, ഓർമ്മ എടുക്കാൻ പറ്റുന്നില്ല, high pleasure. അതിനുശേഷം വളരെ പ്ലഷറിലാണ് സന്തോഷിക്കുന്നത്. Child of God, ദൈവത്തിലെ sitting duck for the devil. ആ സാത്താന് വെടിവെച്ച് വീഴ്ത്താൻ പറ്റുന്ന ഒരു താറാവ് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെയാണ്. Satan will run over your head. അവിടെ സാത്താൻ അവിടെ പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. He is waiting for that opportunity. ആ അവസരത്തിന് വേണ്ടി സാത്താൻ കാത്തിരിക്കുകയാണ്. Even with full consciousness, എല്ലാ കോൺഷ്യൻസോട് കൂടി തന്നെ Paul is saying fight, only then you can win. പൗലോസ് പറയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുക. Here is another person ഇവിടെ മറ്റൊരു വ്യക്തി with all of these things, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട്
Don't try it. അത് പരീക്ഷിക്കരുത്. Don't do it. ഒരിക്കലും ചെയ്യരുത്. Devil will run over your head. നിങ്ങളുടെ തലയുടെ മുകളിൽ സാത്താൻ കയറിയിരിക്കും. He will take you to places you have never been before. ഇതിനു മുമ്പ് നിങ്ങൾ കടന്നുപോയിട്ടുള്ള സ്ഥലത്തേക്ക് സാത്താൻ നിങ്ങളെ കൊണ്ടുപോകും. He is coming to destroy and kill. There's no other motivation. കൊല്ലുവാനും മുടിപ്പാനുമാണ്. I will just leave it at there. I don't think anybody is happy. ആർക്കും സന്തോഷമുണ്ടെന്ന് തോന്നുന്നില്ല. I'm sure everybody is thinking, when is this guy stopping? Hallelujah. Hallelujah. What's the first D? ഒന്നാമത്തെ ഡി എന്താണ്? First D. ഒന്നാമത്തെ ഡി Daily needs. നിങ്ങൾക്ക് അത് ഓരോ ദിവസം ആവശ്യമുള്ള കാര്യം. Second D. രണ്ടാമത്തെ ഡി Dares. അതിനുശേഷം നിങ്ങൾ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. First D, use the word of God to conquer. നിങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുക. Second D, no explanation needed. രണ്ടാമത്തെ ഡിക്ക് വേണ്ടി വിശദീകരണം ആവശ്യമില്ല. Third D. മൂന്നാമത്തെ ഡി Desires. ആഗ്രഹങ്ങൾ. Unholy desires. ദൈവത്തിന് ഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ. What is the response? എന്താണ് പ്രതികരണം? Can all of you shout to me that is a declaration of faith? What's the response? വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിങ്ങൾക്കെല്ലാം ഉറച്ചു പറയാൻ പറ്റുമോ? That's not good enough. One more time. No negotiation. ഒരു നെഗോസിയേഷനും ഇല്ല. No negotiation. ഒരു നെഗോസിയേഷനും ഇല്ല. Flee. ഓടുക. Hallelujah. Fourth D. നാലാമത്തെ ഡി. I'll do 4 and 5D together. 4 5 ഞാൻ ചേർത്ത് പറയാം. 4D, drama. ഒന്ന് നാടകം. Can you say drama? നാടകം എന്ന് പറയാൻ പറ്റുമോ? Drama. നാടകം. Drama. നാട്യം. Everybody is sleeping. Drama. Where does drama come from? ഈ ഡ്രാമ ഇത് എവിടുന്നാ വരുന്നേ? Drama in your house, drama in your office, drama in your church. ഈ നാടകം നിങ്ങളുടെ വീട്ടില്, സഭയില്, നിങ്ങൾ ജോലി സ്ഥലത്ത്, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത്. Where does it come from? I'll protect you. You can give me the answer. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം. നിങ്ങൾ ഉത്തരം പറഞ്ഞോ? She's very clever. She said self. It's not self. People. ജനങ്ങൾ. People. ജനം. Hallelujah. We don't have time. സമയമില്ലല്ലോ. People will distract you. മനുഷ്യരെല്ലാം നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകും. Proof, purpose and priority. Proof, purpose and priority. തെളിവ്, നിങ്ങളുടെ ഉദ്ദേശം. In all of this is അതിന്റെ പ്രയോറിറ്റി. All of this is Jesus' life. ഇതിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ many people came and told Jesus. His mom, his Pharisees, a lot of people came in to him and said, prove me you're the son of God. നീ ദൈവപുത്രനെന്ന് കടന്ന് തെളിയിക്കുക. അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും അവരെല്ലാം കടന്നു വന്ന് പറഞ്ഞു, show me a miracle. ഒരു അത്ഭുതം കാണിക്കുക. You will have the same challenge. അതേ വെല്ലുവിളി നിങ്ങൾക്കും ഉണ്ടാവും. When you go to colleges, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ they're going to come and challenge you. അവർ വന്ന് നിങ്ങളെ വെല്ലുവിളിക്കും. What will they tell you? അവർ നിങ്ങളോട് എന്ത് പറയും? Show me your God. നിങ്ങളുടെ ദൈവത്തെ കാണിക്കുക. Hallelujah. Show me your child of God. ദൈവവേദനയെ നീ കാണിക്കുക. What did Jesus do? യേശു എന്താ ചെയ്തേ? Did he show them? അവരെ കാണിച്ചോ? What did Jesus do? Quick answer means quick food. What does Jesus do? He ignored them. Peer pressure. Peer pressure. അവിടെ വളരെ പ്രഷർ കൊടുക്കുകയായിരുന്നു. What is the answer to peer pressure? അങ്ങനെയുള്ള You don't owe them anything. അവർക്കൊന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. Ignore. അവരെയൊക്കെ വിട്ടുകളയുക. Don't bite the bait. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ചൂണ്ടയിൽ നിങ്ങൾ കൊത്തരുത്. Don't fall into the trap. ആ കെണിയിൽ വീണരുത്. So one is showing the proof. ഒന്ന് തെളിവ് കാണിക്കുക. Second is purpose. രണ്ട് ഉദ്ദേശം. Even Simon Peter decided to ശിമോൻ പത്രോസ് പോലും ഒരിക്കലും അങ്ങനത്തെ അവസ്ഥയിലെത്തി. trying to deviate Jesus from the purpose. ആ ഉദ്ദേശത്തിൽ നിന്ന് കർത്താവിനെ മാറ്റുവാനായിട്ട്. You shouldn't do that. നീ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. All of you listen to me carefully. All of you listening to me, raise your hands. എല്ലാവരും എന്നോട് കൂടെ ഉണ്ടോ? Be very careful വളരെ ശ്രദ്ധിക്കുക. who you share your ambitions with. നിങ്ങളുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ളവരോട് ആരോട് പങ്കുവെക്കുന്നു എന്നുള്ളത്. I'm not saying not to share. പങ്കുവെക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. Be very careful who you share your dreams and ambitions with. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആരോട് പങ്കുവെക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. Why? എന്തുകൊണ്ട്? Because if it is, they will discourage you. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളെ എല്ലാം ഇതിൽ നിന്ന് മനം പഠിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യും. If it is not the right people, ശരിക്കുള്ള വ്യക്തികളല്ല എങ്കിൽ they will discourage you. അവരെല്ലാം നിങ്ങളെ മനം പഠിപ്പിക്കും. It's not even their fault. അത് അവരുടെ കുഴപ്പമല്ല. Purpose. അത് ഉദ്ദേശം. Third, മൂന്നാമത്തേത് priority. നിങ്ങളുടെ പ്രയോറിറ്റി. This is the one that trips many people. ഇതാണ് അനേകർക്കുള്ള പ്രശ്നം. One day Jesus was preaching. ഒരിക്കൽ കർത്താവ് ശുശ്രൂഷിക്കുകയായിരുന്നു. All mom and dad and brothers came and told Jesus, we are waiting. Ask him to come out and meet us. ആ പെട്ടെന്നാണ് തന്റെ സഹോദരന്മാർ അവിടെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, യേശുവെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കൂ, ഞങ്ങൾക്ക് അവനെ കാണണം. Drama. Priority. ഇതെല്ലാം നാടകം. What does Jesus say? യേശു എന്താ അപ്പോൾ പറഞ്ഞത്? This is my priority. ഇതാണ് എന്റെ പ്രയോറിറ്റി. I will see them after this is done. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കണ്ടോളാം. Don't let friends take you away from this. ഇതിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നിങ്ങളെ വിളിച്ചോണ്ട് പോകരുത്. You will get calls. Come out.
നിങ്ങൾക്ക് ഫോൺ വിളികൾ വരും, ഇവിടുന്ന് പുറത്തേക്ക് വാ. This Sunday excursion. ഈ ഞായറാഴ്ച നമുക്ക് എക്സ്കർഷൻ പോവാം. What is priority? പ്രയോറിറ്റി ഏതാണ്? What is priority? പ്രയോറിറ്റി ഏതാണ്? Sunday morning, what's priority? ഞായറാഴ്ച രാവിലെ എന്താണ് പ്രയോറിറ്റി? Church. ആലയത്തിൽ പോവുക. Sunday morning church. ഞായറാഴ്ച രാവിലെ ആലയത്തിൽ പോവുക. No time. സമയമില്ലല്ലോ. Last D. ഏറ്റവും അവസാനത്തെ ഡി. And I'm done. ഞാൻ നിർത്തി. This is a very special D. ഇത് സ്പെഷ്യൽ ഡി ആണ്. This is the D that will sometimes may take you away from your finishing point. നിങ്ങളുടെ ഉദ്ദേശത്തിൽ നിന്ന് ചിലപ്പോൾ വ്യതിചലിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഡി. This happened to Jesus. യേശുവിനും ഇത് സംഭവിച്ചു. Distress. എപ്പോഴും വ്യാകുലം. The Garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിൽ There was a minute ഒരു നിമിഷം when devil thought അവിടെ സാത്താൻ ചിന്തിച്ചു, Jesus will not make it. യേശു ക്രിസ്തു ഇത് പൂർത്തീകരിക്കുകയില്ല. There is a minute ഒരു നിമിഷം everything would have collapsed. എല്ലാം തകർന്നു പോകുമായിരുന്നു. What was that minute? എന്തായിരുന്നു ആ നിമിഷം? Garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിൽ Distress. അവിടെ വ്യാകുലം. Child of God. ദൈവവേദനയിലെ Here is a fifth D. അഞ്ചാമത്തെ ഡി. That will take you away from your finishing point. അവിടെ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് എത്താതിരിക്കാൻ തവണ്ണം Distress. ഈ വ്യാകുലം. How did Jesus conquer distress? അത് എങ്ങനെയാണ് യേശു ക്രിസ്തു അത് പിടിച്ചടക്കിയത്? This is very important. All of you listen to me very carefully. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. Jesus had 70 people around him. തന്റെ ചുറ്റും 70 പേരുണ്ടായിരുന്നു. Then he had an inner circle of 12. അതിനുശേഷം 12 പേര് തന്റെ ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. Then he had an inner circle of 3. 3 പേരടങ്ങുന്ന വളരെ ഇന്നർ സർക്കിളും ഉണ്ടായിരുന്നു. He took those 3 ആ 3 പേരെ കൂട്ടി together through his distress. ഒന്നും ചേർത്ത് കൊണ്ടുപോയി ഈ വ്യാകുലം പൊട്ട സമയത്ത് He showed them his weakness. തന്റെ വീക്ക്നെസ് അവരുടെ മുമ്പാകെ പറഞ്ഞു. How do you know these 3 is the inner circle? ഈ ഇന്നർ സർക്കിളിൽ ഈ 3 പേരായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ I അറിയാം? want all of you should have at least 3 people like this in your life. ഇതുപോലെയുള്ള 3 വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ If you ആഗ്രഹിക്കുന്നു. don't have it, you have to start praying from today. അങ്ങനെ നിങ്ങൾക്ക് 3 വ്യക്തികൾ ഇല്ല എങ്കിൽ ഇന്ന് മുതൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. Without this help, you won't make it. ഈ സഹായമില്ല എങ്കിൽ നിങ്ങൾ എത്തിപ്പെടുകയില്ല. Because devil came to destroy Jesus. Then to think about us. നശിപ്പിക്കാനായിട്ട് അവിടെ സാത്താൻ കടന്നു വന്നു. How do you know this 3 is your inner circle? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഇന്നർ സർക്കിളിലെ 3 പേര്? 2 things. മൂന്ന് കാര്യങ്ങൾ. Here is this 3. Jesus can share everything. ഈ 3 പേരുടെ മുമ്പാകെ യേശുവിനെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാൻ സാധിക്കുമായിരുന്നു. Jesus can share his weakness. തന്റെ വീക്ക്നെസ് പങ്കുവെക്കാമായിരുന്നു. He doesn't have to think what they will think about him. അവരെ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് തനിക്ക് വ്യാകുലമില്ല. Peter, John and James. പത്രോസ്, യോഹന്നാനും And യാക്കോബും. what did he tell them? അവരോട് എന്താ പറഞ്ഞത്? Pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. They would have stunned, right? അവർ He was ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. someone praying till then. അതുവരെ അവർ പ്രാർത്ഥിച്ചില്ല. Pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. This is the way you're going to get to the finishing point. ഇങ്ങനെയാണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ 3 പോകുന്നത്. people in your life. നിങ്ങളുടെ ജീവിതത്തിൽ 3 വ്യക്തികൾ. I have 3 people in my life. എന്റെ ജീവിതത്തിൽ 3 പേരുണ്ട്. And I rely on them a lot. ഞാൻ എപ്പോഴും അവരിൽ വളരെ ആശ്രയം I വെക്കാറുണ്ട്. can always walk to them and share my heart. എന്റെ ഹൃദയം അവരുടെ മുമ്പിലേക്ക് എപ്പോ വേണമെങ്കിലും പങ്കുവെക്കാം. I can tear my mask in front of them. Sorry? I can tear my mask in front of them. അവരുടെ മുമ്പാകെ എന്റെ മൂടിയെല്ലാം മാറ്റി സംസാരിക്കാൻ They are not സാധിക്കും. going to judge me. അവരൊരിക്കലും എന്നെ വിധിക്കുകയില്ല. I can be vulnerable. I can be vulnerable. One? Vulnerable. I can be vulnerable. Show ഞാൻ my ഈ weakness. സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം. And I also know that they will keep me accountable. അവരെ എപ്പോഴും എന്നെ കുറിച്ച് വളരെ വ്യാകുലപ്പെടുകയും അവരെ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണെന്ന് എനിക്കറിയാം. They will tell me the truth. അവരെ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. Peter, James and John. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. Most importantly, ഏറ്റവും പ്രാധാന്യമുള്ളത് I know they will pray for me. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Hallelujah. Finishing point. ലക്ഷ്യസ്ഥാനം Took 2 hours. 2 മണിക്കൂർ എടുത്തു. It's only because of Suresh Chan I took the freedom. എനിക്ക് സുരേഷ് എനിക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട് മാത്രം. But this morning, ഇന്ന് പകൽ I seriously believe. ഞാൻ സീരിയസ് ആയിട്ട് I വിശ്വസിക്കുന്നു. believe in faith വിശ്വാസത്തിൽ that Smiju's desire has come true. ആ സ്മിജുവിന്റെ ആഗ്രഹം നിവൃത്തിയായി. That God has removed some confusion from some hearts. ചില ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. That God has broken some bondages this morning. ഇന്ന് പകൽക്കാലം ദൈവം ചില ബന്ധനങ്ങൾ അറുത്തു മാറ്റിയിരിക്കുന്നു. If you believe, നിങ്ങൾ വിശ്വസിച്ചാൽ in the coming days, ഇന്ന് വരുന്ന ദിവസങ്ങളിൽ you are going to see the glory of God. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകുന്നു. Don't forget everything I said today. ഇന്ന് പകൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. It's already recorded. Go and watch it again. അത് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി. വീണ്ടും നിങ്ങൾ കാണുക, കേൾക്കുക. And if you know, our dear Sean said, I'm always available, as I'm available always, especially for the youth. ഷോൺ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. If you want to talk more, we can talk more.
ഇനി നിങ്ങൾക്ക് അധികമായിട്ട് എന്നോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. But what matters is, പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ളത് even if 7 D's come, 7 D വന്നാലും, what are the do's, don'ts? What are the other 5? അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം. What is the third one? Do's, don'ts. Third one. What is it? Daily needs. What's the fourth one? Dares. What's the fifth one? Desire. What's the sixth one? Drama. What's the last one? Distress. I think they need special commendation, the front row. Hallelujah. With these words, let the Lord help us. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. Amen, ഈ amen, 7 D ഞാനിപ്പോൾ പറഞ്ഞത്.